بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون. أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. توكل على الرحمن في الأمر كله، فما خاب حقا من عليه توكلا. وكن واثقا بالله واصبر لحكمه، تفز بالذي ترجوه منه تفضلا. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നമുക്കും ഇൽമു പഠിക്കുക, ഇൽമു പറയുക, ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക എന്ന സൽക്കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സംഘടിപ്പിക്കുന്ന 7 ദിവസത്തെ മതപ്രഭാഷണ പരമ്പര ഇന്ന് നാം ആരംഭം കുറിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അർശിന്റെ തണൽ ലഭിക്കുന്ന
7 വിഭാഗത്തെ സംബന്ധിച്ച് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശദീകരിച്ച് 7 ദിവസം നാം സംസാരിച്ചു. ശേഷം 7 ആയത്തുകൾ അടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തുൽ ഫാത്തിഹ, അതിലെ 7 ആയത്തുകൾ 7 ദിവസം നാം സംസാരിച്ചു. കഴിഞ്ഞ വർഷം സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകൾക്ക് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞ വിശേഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നാം സംസാരിച്ചു. അതിന്റെ എല്ലാം സീഡികൾ ലഭ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രസംഗത്തിന്റെ MP3 ഇവിടെ പ്രകാശനം ചെയ്തു, അത് ലഭ്യമാണ്. മുൻ പ്രസംഗങ്ങൾ കേൾക്കാത്തവർ അത് കേട്ടാൽ അതിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ വർഷം നാം സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ എന്ന പേരിൽ സത്യവിശ്വാസികൾ എന്നാണല്ലോ മുഅ്മിനൂൻ എന്ന വാക്കിന്റെ അർത്ഥം. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന പേരിൽ അല്ലാഹു അവതരിപ്പിച്ച മഹത്തായ സൂറത്തിൽ വിജയം കൈവരിക്കുന്ന കക്ഷികൾ ആരാണ് എന്ന് പഠിപ്പിക്കുകയും അത്തരം ആളുകൾക്ക് 7 സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്തു. ആ 7 വിഷയങ്ങൾ അല്ലാഹു വിജയികളായി പ്രഖ്യാപിച്ച കക്ഷികൾക്ക് അല്ലാഹു പഠിപ്പിച്ച 7 സവിശേഷതകൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്ന സൂറത്ത്, ആ സൂറത്തിൽ പറഞ്ഞ 7 സവിശേഷതകളെ സംബന്ധിച്ചാണ് 7 ദിവസം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാം സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നിശ്ചയം വിജയം കൈവരിച്ചു കഴിഞ്ഞു. ആര്? അൽ മുഅ്മിനൂൻ, യഥാർത്ഥ സത്യവിശ്വാസികൾ വിജയം കൈവരിച്ചു കഴിഞ്ഞു. അല്ലാഹു ആദ്യമായി വിജയം കൈവരിച്ച കക്ഷികൾക്ക് ഒന്നാമതായി പറയുന്ന സവിശേഷത അവർ യഥാർത്ഥ സത്യവിശ്വാസികൾ എന്നതാണ്. ശേഷം 6 സവിശേഷതകളും കൂടി ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് തന്നെ ഇന്ന് തുടക്കം ആണ്. വിജയത്തിന് വിശ്വാസം എന്നതാണ് ഇന്നത്തെ വിഷയം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സത്യവിശ്വാസം, യഥാർത്ഥ സത്യം അത് വിശ്വസിച്ചവർ, അവർക്കാണ് സത്യവിശ്വാസികൾ എന്ന് നാം പറയുന്നത്. അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അവർക്ക് യഥാർത്ഥ വിശ്വാസികൾക്ക് ധാരാളം സവിശേഷതകളും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലിൽ നമുക്ക് കാണാം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. الله പഠിപ്പിക്കുന്നു, إنما المؤمنون, നിശ്ചയമായും യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? യഥാർത്ഥ വിശ്വാസികൾ വിജയം കൈവരിച്ചു എന്നാണല്ലോ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറയുന്നത്. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ?
الذين إذا ذكر الله وجلت قلوبهم. അല്ലാഹുവിനെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ അവർക്ക് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ പിടക്കും. അല്ലാഹുവിനെ കാണാൻ അവർക്ക് എന്തൊരാവേശമാണ്, അവർക്ക് എന്തൊരാഗ്രഹമാണ്. അല്ലാഹുവിന്റെ നിഅമത്തിൽ അവർക്ക് എന്തൊരു പ്രതീക്ഷയാണ്, അല്ലാഹുവിന്റെ അധികാരത്തിൽ അവർക്ക് എന്തൊരു വിശ്വാസമാണ്, അല്ലാഹുവിൽ അവർക്ക് എന്തൊരു വരമേൽപ്പിക്കലാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവർക്ക് എന്തൊരു സ്നേഹമാണ്, ആ റബ്ബ് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് അവർക്ക് എന്തൊരു ബോധമാണ്. വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ വിറക്കും, പിടക്കും. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ മറ്റുള്ളതെല്ലാം നിസ്സാരമായി തോന്നും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ ആയത്തുകൾ, അവന്റെ തെളിവുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ സൂക്തങ്ങൾ, അവന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ, പരിശുദ്ധ ഖുർആൻ ഓതി പ്രസംഗം നടത്തുന്നത് കേട്ടാൽ, പരിശുദ്ധ ഖുർആൻ ഓതി ഉപദേശം നൽകുന്നത് കേട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഇവരുടെ മുന്നിൽ പാരായണം ചെയ്യപ്പെട്ടാൽ, സാദതുഹും ഈമാനാ, അവർക്ക് വിശ്വാസത്തെ അത് വർദ്ധിപ്പിക്കും, അവർക്ക് വിശ്വാസം കൂടി കൂടി വരും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർക്ക് എത്ര തന്നെ എന്ത് തന്നെ എങ്ങനെ ഏത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ നാഥനായ റബ്ബിന്റെ മേൽ മുഴുവനും ഏൽപ്പിച്ചേക്കും. അവരുടെ മനസ്സിൽ മറ്റുള്ളതൊന്നും വിഷയമല്ല, അവരുടെ മനസ്സിൽ അല്ലാഹുവാണ് വിഷയം. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു ദഈമിൻ ലാ മഹാലത സാഇലു. അതാണ് ശരിയായ വാചകം എന്ന് പറഞ്ഞില്ലേ? അലാ, അറിയണം, കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അല്ലാഹുവല്ലാത്ത ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയാലും അതിനൊന്നും ഇവിടെ നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളവൻ അല്ലാഹുവാണ്. അവനൊരിക്കലും ഒരു ന്യൂനതയും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല. ഒരിക്കലും അവന് മരണമില്ല, നാശമില്ല. ലോകത്തുള്ളതെല്ലാം നശിക്കും, അവനൊരിക്കലും നാശമില്ല. ലോകത്തുള്ളവർക്കെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും, അവനൊരു നിലക്കും മാറ്റങ്ങൾ സംഭവിക്കുകയില്ല. ലോകത്തുള്ള ആരെ എടുത്തു നോക്കിയാലും അവൻ കൊടുക്കുന്ന അറിവല്ലാതെ ഇല്ല. അവന്റെ അറിവ് മറ്റാരും കൊടുത്തിട്ട് കിട്ടുന്നതല്ല. ആർക്കെന്ത് ശക്തിയുണ്ടെങ്കിലും അവൻ നൽകുന്നതല്ലാതെ ഇല്ല. അവന്റെ ശക്തി ആരും തന്നെ ഒരു നിലക്കും കൊടുക്കുന്നതല്ല. അവന്റെ കേൾവിയും അവന്റെ അറിവും അവന്റെ എല്ലാം സ്വന്തമായുള്ളതാണ്. അവന്റേതെല്ലാം സ്വയമേ ഉള്ളതാണ്. മറ്റാരെയും അവൻ ഭയപ്പെടേണ്ടതില്ല. അവൻ എല്ലാവരിലും ഐശ്വര്യമുള്ളവനാണ്. എല്ലാവരും അവനിലേക്ക് ആവശ്യമുള്ളവരാണ്. അവൻ ആരിലേക്കും ആവശ്യമില്ലാത്തവനാണ്. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കി എല്ലാം റബ്ബിൽ ഏൽപ്പിക്കുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവർക്ക് പിന്നെയും പല ലക്ഷണങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്കതിലേക്ക് കടന്നു വരാം. അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. യഥാർത്ഥ സത്യവിശ്വാസികൾ അവർ നിസ്കാരം ഉറക്കെ നിർവഹിക്കുന്നവരാണ്, നിലനിർത്തിക്കൊണ്ടുവരുന്നവരാണ്, നമ്മൾ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഇത് പറഞ്ഞിട്ടുള്ള പറഞ്ഞു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഈ കക്ഷികളാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. സത്യമായി യാഥാർത്ഥ്യമായി അല്ലാഹുവിൽ വിശ്വസിച്ചവർ ഈ കക്ഷികളാണ്. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം. അവരുടെ നാഥനടുക്കൽ അവർക്ക് ധാരാളം പദവികളുണ്ട്, പവറുകളുണ്ട്. വമഗ്ഫിറത്തും വരിസ്ഖുൻ കരീം. ആ യഥാർത്ഥ
യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിലൂടെ മൂലമായി ഈ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ കക്ഷികൾ അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പാപം പൊറുക്കലുണ്ട്, അവർക്ക് മാനമായ ഭക്ഷണമുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു അവർക്ക് നൽകുന്നുണ്ട്. അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ഓ സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, നമുക്ക് അല്ലാഹു ആയിരക്കണക്കിന് അനുഗ്രഹം തന്നിട്ടുണ്ട്, സംശയമില്ലല്ലോ. നാം അത് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ പലതിലേക്കും കടന്ന് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്തതല്ലേ. ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും റബ്ബ് സുബ്ഹാനഹു വ തആല തന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാവുന്ന ടൗണിലെത്തിയാൽ ഇരുമ്പ് പീടികകൾ ഉണ്ട്, ധാരാളം ടെൻ കണക്കിന് ഇരുമ്പുകൾ അതിന്റെ മുന്നിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ചെന്നാലും വലിയ ഇരുമ്പ് കമ്പനിയുണ്ട്, സ്റ്റീൽ കമ്പനിയുണ്ട്, ധാരാളം ഇരുമ്പുകളുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. എത്രയാണ് അല്ലാഹു തആല ഇരുമ്പ് പഠിച്ചത്. അതിനാണെങ്കിലും അല്ലാഹു തആല വളരെ കൂടുതൽ പഠിച്ചത് കൊണ്ട് അതിന് സ്വർണത്തിന്റെ വിലയില്ല. സ്വർണത്തിന്റെ വിലയില്ല. അതാവൊരു ടൗണിലൊട്ടാകെ എല്ലാ ജ്വല്ലറിയിലുമുള്ള സ്വർണം നമ്മൾ തൂക്കി നോക്കിയിട്ട് പിന്നെ ഒരു ഇരുമ്പ് വീടുകയിൽ വന്നിട്ട് ഒറ്റ കമ്പിയിട്ട് തൂക്കിയാൽ ആ കമ്പിന്റെ തൂക്കത്തിനനുസരിച്ച് എല്ലാ ജ്വല്ലറിയിലും പൊന്നും ഉണ്ടാവില്ല. എത്രയാണ് ബാഹുതല ഇരുമ്പ് പഠിച്ചത്? പൊന്നല്ല കുറച്ചേ പഠിച്ചത്. എന്താ കാരണം? കാരണം വളരെ വ്യക്തമാണ്. പൊന്നിന്റെ ആവശ്യം അത്രയേ ഉള്ളൂ, ഇരുമ്പിന്റെ ആവശ്യം ഭയങ്കര. ഇരുമ്പ് ധാരാളം മനുഷ്യന് ആവശ്യമുള്ള വസ്തുവാണ് ഇരുമ്പ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഇരുമ്പ് വേണം. തെക്കുമ്പോൾ തേങ്ങ കൊത്തിയിരുന്ന ഇരുമ്പ് കൊണ്ടാണ്. പിന്നെ പോയി നെല്ല് അത് കൊയ്തെടുക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. പിന്നീട് നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ മാറ്റിയെടുക്കുന്നതിനിടയിൽ ഇരുമ്പിന്റെ പ്രവർത്തനം ധാരാളം നടക്കുകയാണ്. അവസാനം നമുക്കതിനാവശ്യമായ കറിയും മറ്റും ഉണ്ടാക്കാൻ വേണ്ടി മത്സ്യം മുറിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്, പച്ചക്കറി മുറിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ് നമ്മുടെ വീട് നിർമ്മിക്കാൻ വേണ്ടി മരം മുറിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. അങ്ങനെ തുടങ്ങി ഇരുമ്പിന്റെ ഉപയോഗം അവസാനം എല്ലാം കൂടി പ്രസവിക്കാനായിട്ട് നോക്കുമ്പോ അതിന്റെ സ്റ്റാൻഡും ഇരുമ്പിന്റെ തന്നെയാണ്. ഇരുമ്പ് എത്രയാണ് നമുക്ക് ഉപയോഗം, അതിനനുസരിച്ച് അല്ലാഹു ഇരുമ്പ് പഠിച്ചു, ധാരാളം ഇരുമ്പ് പഠിച്ചു. പൊന്നോ, നമുക്ക് എനിക്ക് പൊന്നിന്റെ യാതൊരു ആവശ്യമില്ല. യാതൊരു ആവശ്യവും പൊന്നിന്റെ എനിക്കില്ല. എനിക്ക് ഉപയോഗത്തിന് പൊന്നാവശ്യമില്ല. അപ്പോ വളരെ കുറഞ്ഞതേ പൊന്നു ഒരു മനുഷ്യന് ഉപയോഗമുള്ളൂ. വളരെ ചുരുങ്ങിയ ഉപയോഗം മാത്രമേ സ്വർണം കൊണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല സ്വർണം കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, അത് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. കിട്ടണത്തിന്റെ ബാങ്കേറ്റല്ലേ. നിങ്ങൾ നോക്കൂ. എന്നാൽ അല്ലാഹു ജല്ല ജലാലുഹു വെച്ച മറ്റൊരു സാധനമാണ് വലിയ വില പിടിച്ച കല്ലുകൾ, വലിയ വലിയ വില പിടിച്ച കല്ലുകൾ. സുബ്ഹാനല്ലാഹ്, അത് വളരെ കുറച്ചേ ഉള്ളൂ, ഭയങ്കര വിലയാണ്. തീരെ നമുക്ക് ആവശ്യം വരാത്ത ഒരു സാധനമാണ്. കുറച്ച് ഭംഗിക്ക് വേണ്ടി മാത്രമേ ആവശ്യം വരുന്നുണ്ടെങ്കിൽ തന്നെ വരുന്നുള്ളൂ. അത് വളരെ കുറച്ചും കിട്ടാൻ വലിയ പണിയാണ്. എന്നെ നിങ്ങൾ നോക്കൂ, ഇരുമ്പ് കുഴിച്ചെടുക്കണമെങ്കിലും അത് നമ്മുടെ കയ്യിലെത്തണമെങ്കിലും ഒരുപാട് പ്രയാസമുണ്ട്. അതേ സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന ഒരു വസ്തു അതെന്താണ്? വായു. ഓരോ സെക്കൻഡിലും ആവശ്യമാണ് വായു. ആ വായു നമുക്ക് അല്ലാഹു തആല വെച്ചെടുക്കണേ. ഒരു തെങ്ങിന്റെ മുകളിൽ കയറണ്ട, ഒരു മരത്തിന്റെ അടുത്തും പോകണ്ട, ഒരു പുഴയിൽ മുങ്ങണ്ട, ഒരു വലയും വീശണ്ട, ഒരു ഇരയെയും വിട്ടുകൊടുക്കണ്ട, ഒരു സ്ഥലത്തേക്ക് പോകണ്ട, ആരോട് പൈസ കൊടുത്ത് വാങ്ങണ്ട, ഒരു കടയിലും പോകണ്ട, ഒരു സ്റ്റോറിലും പോകണ്ട, ഒരു സ്ഥലത്തും നീങ്ങണ്ട. നീ പോകുന്ന സ്ഥലത്തൊക്കെ നിനക്ക് വായുവാണ്. എല്ലാ സ്ഥലത്തും എവിടെ പോകുന്ന സ്ഥലത്തൊക്കെ വായു നിന്റെ കൂടെ തന്നെയാണ്. അത് നിനക്ക് ലഭിക്കാൻ നീ അല്പവും പ്രയാസപ്പെടേണ്ടതില്ല, 5 പൈസയും ആർക്കും കൊടുക്കേണ്ടതില്ല, ആരെയും ശുപാർശ കൊടുക്കേണ്ടതില്ല, ഒരു ലോറിയും ഒരു ഓട്ടോറിക്ഷയും എടുത്തു പോകേണ്ടതില്ല. നിനക്ക് ഓരോ സെക്കൻഡിലും ആവശ്യമുള്ള വായു നീ പോകുന്ന സ്ഥലത്ത് നീ അറിയാതെ ഒരു പ്രയാസവുമില്ലാതെ നിനക്ക് ശ്വസിക്കാൻ അല്ലാഹു സംവിധാനം തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്.
വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന വായു, അതിന് ഏറ്റവും മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള വസ്തു, അത് വളരെ എളുപ്പമായി അല്ലാഹു നമുക്ക് ലഭ്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന് വളരെ കൂടുതൽ ആവശ്യമുള്ളതാണ് വെള്ളം. ആ വെള്ളം ലഭിക്കാൻ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് പോലെ കൃഷിയിൽ കുറെ ദിവസം കാത്തിരിക്കേണ്ടതില്ല. അത് വളരെ എളുപ്പത്തിൽ ലഭിക്കാൻ അല്ലാഹു സംവിധാനം തന്നു. പക്ഷേ വായു പോലെ തന്നിട്ടില്ല. കാരണം വായു പോലെ വെള്ളം ആവശ്യമില്ല. വായു ഓരോ സെക്കൻഡിലും മനുഷ്യന് ആവശ്യമാണ്. അത് ഓരോ സെക്കൻഡിലും നൽകുകയാണ്. അതുപോലെ വെള്ളത്തിന്റെ ആവശ്യമില്ല. പക്ഷേ വെള്ളം ഭക്ഷണത്തെക്കാൾ ആവശ്യമാണ്. അതുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കാനുള്ള പ്രയാസം വെള്ളം ലഭിക്കാനില്ല. വെള്ളം ഭക്ഷണത്തെക്കാൾ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം പലപ്പോഴും മരുന്നിനേക്കാൾ എളുപ്പമാണ്. കാരണം മരുന്ന് എപ്പോഴും എല്ലാവർക്കും ആവശ്യമില്ല. അതുകൊണ്ട് മരുന്നിന് ഭക്ഷണത്തെക്കാൾ പ്രയാസമാണ്. ഇരുമ്പ് സ്വർണത്തെക്കാൾ ആവശ്യമാണ്. അതുകൊണ്ട് സ്വർണം അത് ഇരുമ്പ് പോലെ ഇരുമ്പ് പോലെ പ്രയാസരഹിതമായി ലഭിക്കുന്നില്ല. വലിയ പണം നൽകണം. ഇരുമ്പ് അതിനേക്കാൾ ആദായത്തിൽ ലഭിക്കുന്നതും കൂടുതൽ സൃഷ്ടിക്കപ്പെട്ടതുമാണ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കൂ. മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും ലഭ്യമാകാൻ സംവിധാനം ചെയ്ത ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബ് ജനങ്ങൾ വർദ്ധിക്കുന്നതിന് മുമ്പുള്ള കാലം, അക്കാലഘട്ടത്തിൽ ചെറിയ ചെറിയ യാത്രകളാണ്, ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. ഇത്രയൊന്നും ജനസംഖ്യയില്ലാത്ത കാലം. ആ കാലഘട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് യാത്ര ചെയ്യാൻ കഴുത, കുതിര, ഒട്ടകം തുടങ്ങിയ വാഹനങ്ങൾ വെച്ചു. പായക്കപ്പലിൽ കയറി കപ്പലിലൂടെ പോകാൻ സംവിധാനം വെച്ചു. എന്നാൽ ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങി. ജനങ്ങൾ ധാരാളം തിങ്ങി താമസിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് പല രാജ്യങ്ങളിലും പോകേണ്ടി വന്നു. പല സ്ഥലങ്ങളിലും എളുപ്പത്തിൽ എത്തേണ്ടി വന്നു. പല രാജ്യങ്ങളുമായും ആശയവിനിമയങ്ങൾ നടത്തേണ്ടി വന്നു. അതിനനുസരിച്ച് അല്ലാഹു ജല്ല ജലാലുഹു എന്തെല്ലാം വാഹനങ്ങളാണ് ഭൂമിയിലിറങ്ങിയത്, എന്തെല്ലാം സംവിധാനങ്ങളാണ് തന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് ലൈറ്റുകൾ, അതില്ലെങ്കിൽ ഒരു ദിവസം ജീവിക്കാൻ എന്തൊരു പ്രയാസമാണ്. അതേസമയത്ത് നമ്മുടെ മുൻഗാമികൾ അത് കണി കണ്ടിട്ടില്ല. അവർ ചെറിയ തിരിവിളക്ക് കത്തിച്ചിട്ട് ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഒട്ടകപ്പുറത്ത് പോയിട്ട് ജീവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന് അത്ര മതിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് ആവശ്യമുള്ളത് അന്ന് കൊടുത്തു. ഇന്ന് ആവശ്യമുള്ളത് ഇന്ന് നൽകുകയാണ് റബ്ബ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അല്ലാഹു പറഞ്ഞില്ലേ, വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ, അവന്റെ ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചാൽ, ഈമാൻ ഹൃദയത്തിലുള്ളവർ, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവർ. എന്തിനാണ് ഈമാൻ എന്ന് പറയുന്നത്? വഫുസ്സിറൽ ഈമാനു ബിത്തസ്ദീഖി വന്നുത്ഖു ഫീഹിൽ ഖുൽഫു ബിത്തഹ്ഖീഖി. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുഹു തിരഞ്ഞെടുത്ത് പറഞ്ഞേച്ച അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്ന് എന്തൊരാശയം പഠിപ്പിച്ചിട്ടുണ്ടോ, ഏതൊരു കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ടോ, ആ നബിതങ്ങൾ കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ട സർവ വിഷയങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സർവ വിഷയങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് അംഗീകരിക്കുക, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഉറപ്പൊരു മനുഷ്യരുണ്ടെങ്കിൽ അവനതാ ഉപദേശം നൽകുമ്പോൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ തന്നെ ഓതിക്കൊടുക്കുമ്പോൾ അവന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച്
ഒട്ടകം, കുതിര, കഴുത, കോവറുകൾ തുടങ്ങിയ വാഹനങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് ശേഷം അന്ന് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അന്ന് തന്നെ ഖുർആൻ പഠിപ്പിച്ചു. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ മനസ്സിലാക്കി തന്നു. എന്താണ് വയഖ്ലുഖു മാ ലാ തഅലമൂൻ? ഓ ജനങ്ങളെ, നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള വാഹനം കുതിരയും കഴുതയും ഒട്ടകവും ഒക്കെ ആണെങ്കിൽ ഈ വാഹനം മാത്രമേ ഇവിടെ അല്ലാഹു കൊണ്ടുവരികയുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഇപ്പോൾ ഈ യുഗത്തിൽ നിങ്ങൾക്കറിയാത്ത, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ധാരാളം അത്ഭുതകരമായ വാഹനങ്ങൾ പിൽക്കാലത്ത് അല്ലാഹു ലോകത്ത് സൃഷ്ടിക്കും കേട്ടോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പക്കാരെ സൈക്കിൾ പോലും കണ്ടുപിടിക്കാത്ത കാലം, ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ പോലും ഇല്ലാത്ത കാലം, ഇന്നുള്ള ഒരു വാഹനങ്ങളും ഇല്ലാത്ത കാലം, ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്ത പല വാഹനങ്ങളും അല്ലാഹു ശേഷം ലോകത്ത് സൃഷ്ടിക്കും കേട്ടോ. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ജലാലയിൽ രേഖപ്പെടുത്തി വെച്ചു. എന്താണ്? മിനൽ അശ്യാഇൽ അജീബത്തുൽ ഗരീബ, അത്ഭുതകരമായ, ആശ്ചര്യജനകമായ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത അപരിചിതമായ പല വാഹനങ്ങളും പല വസ്തുക്കളും അല്ലാഹു പിൽക്കാലത്തിലൂടെ കൊണ്ടുവരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തുന്ന കാലത്തും ഒരു യന്ത്രവൽക്കരണ വാഹനങ്ങളും ലോകത്തില്ല, ഇലക്ട്രിക് സംവിധാനങ്ങൾ ഇല്ല, ഇന്നത്തെ ഒരു സംവിധാനവും ആധുനിക സംവിധാനങ്ങളില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖുർആൻ പറഞ്ഞ ആശയം മനസ്സിലാക്കി രേഖപ്പെടുത്തുകയാണ്. മിനൽ അശ്യാഇൽ അജീബത്തുൽ ഗരീബ, അത്ഭുതകരമായ വാഹനങ്ങൾ ലോകത്ത് അല്ലാഹു കൊണ്ടുവരുമെന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സഹോദരന്മാരെ, അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും നൽകിയ രാജാവ്, ഓരോന്നും നൽകിക്കൊണ്ടിരിക്കുന്ന രാജാവ്, ആ രാജാവിനെ സ്നേഹിക്കണം, ആ രാജാവിൽ ഉറച്ച വിശ്വാസം വേണം. അവർക്ക് ഖുർആൻ ഓതുന്നതിനനുസരിച്ച് അല്ലാഹു ജല്ല ജലാലുഹു അവർക്ക് ആയത്തുകൾ കേൾക്കുന്നതിനനുസരിച്ച്, ഉപദേശങ്ങൾ ശ്രവിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഒരുപാട് ഈമാൻ വർദ്ധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വർദ്ധനവ് ലഭിക്കുന്ന കക്ഷികളാണ് യഥാർത്ഥ മുഅ്മിനുകൾ, യഥാർത്ഥ വിശ്വാസികൾ. ഓ സഹോദരന്മാരെ, അത്തരം വിശ്വാസികൾക്ക് ഖുർആനിലും ഹദീസിലും പറഞ്ഞ ധാരാളം ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ വളരെ ചുരുക്കി ചില സംഗതികൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മുഅ്മിനാവൂല. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, സത്യവിശ്വാസിയാകൂല. മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽപ്പെടാത്തവൻ ആരാണ് നബി? സത്യം ചെയ്തുകൊണ്ടല്ലേ അവിടുന്ന് പറയുന്നത്? ഉടനെ പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖ, തൊട്ടടുത്തുള്ള അയൽവാസിയായ മനുഷ്യൻ, ആ അയൽവാസിയായ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ഭവിഷ്യത്തുകൾ, ആ ഭവിഷ്യത്തുകളെ കുറിച്ച് നിർഭയനാകുന്നില്ലെങ്കിൽ ഈ മനുഷ്യൻ വല്ലാഹി മുഅ്മിനാവൂല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമോ അമുസ്ലിമോ ആയ സഹോദരനോ സഹോദരിയോ ആരാണെങ്കിലും ശരി, നമ്മളെ കൊണ്ട് തൊട്ടടുത്ത് ജീവിക്കുന്നവർക്കൊരു ശല്യമുണ്ടാകാൻ പാടില്ല. തൊട്ടടുത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് നമ്മെ കൊണ്ടൊരു ശല്യമുണ്ടാകാൻ പാടില്ല. നമ്മെ കൊണ്ട് വല്ല ശല്യവും ഉണ്ടാകും എന്ന് അവരുടെ മനസ്സിൽ തോന്നുന്ന വിധത്തിലാണ് നമ്മുടെ സ്വഭാവമെങ്കിൽ, നമ്മുടെ പെരുമാറ്റമെങ്കിൽ, നമ്മുടെ വാക്കുകളെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ, വല്ലാഹി ലാ യുഅ്മിനു,
അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവൻ ശരിയായ മുഅ്മിനാവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ള മനുഷ്യന്റെ നയം എന്താണ്, ഈമാനുള്ള മനുഷ്യന്റെ സ്വഭാവം എന്താണ്, അത് ലോകത്തിന് പഠിപ്പിക്കുകയാണ്. നമ്മൾ സ്വന്തം ചിന്തിക്കണം. നമ്മുടെ തൊട്ടടുത്തുള്ള പീഡികക്കാരൻ, നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ, നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനക്കാരൻ, നമ്മുടെ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്നവൻ, നമ്മുടെ തൊട്ടടുത്ത കസേരയിലിരിക്കുന്നവൻ, നമ്മുടെ തൊട്ടടുത്ത കട്ടിലിൽ കിടന്നുറങ്ങുന്നവൻ, നമ്മുടെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നവൻ, നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലുള്ളവർ ആരായാലും ശരി, അവർക്ക് വല്ല ശല്യവും ചെയ്യണം എന്ന നീയത്തോ അങ്ങനെയുള്ളൊരു ചിന്തയോ നമുക്കുണ്ടോ? നമ്മുടെ ഈമാനിന് ഭംഗമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് തന്നെ മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞത് കാണാം, വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, നിന്റെ തൊട്ടടുത്ത മനുഷ്യന് നീ നന്മ ചെയ്യുക. തകുൻ മുഅ്മിനാ, നിനക്കൊരു ശരിയായ മുഅ്മിനാകാം. ഒരു മനുഷ്യൻ ശരിയായ മുഅ്മിനാകുന്നത് തൊട്ടടുത്തുള്ള മനുഷ്യന് നന്മ ചെയ്യുമ്പോഴാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നിന്റെ സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെടുക. അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം. ഒരു മുസ്ലിമായ മനുഷ്യൻ എന്റെ കാര്യങ്ങളൊക്കെ ശരിയാകണം, എനിക്ക് ജനങ്ങൾക്കിടയിൽ അഭിമാനം വേണം, എന്നെ ജനങ്ങളെല്ലാം ആദരിക്കണം, സ്നേഹിക്കണം എന്നിഷ്ടപ്പെടുന്നുണ്ടോ? എന്നാൽ മറ്റുള്ളവരെയും ജനങ്ങൾ ഇഷ്ടപ്പെടണം, ജനങ്ങൾ സ്നേഹിക്കണം, ജനങ്ങൾ അംഗീകരിക്കണം. ഈ ചിന്ത നിന്റെ മനസ്സിൽ വേണം. നീ എപ്പോഴെവിടെ ചെന്നാലും മറ്റുള്ളവന്റെ കുറ്റം, അവന്റെ തകരാറ്, അവനുള്ള കുഴപ്പം അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനങ്ങളൊക്കെ അവരിൽ നിന്ന് അകന്നു പോകണമെന്ന് നീ ചിന്തിക്കുന്നു, നിന്നിലേക്ക് ജനങ്ങൾ അടുക്കണമെന്ന് ചിന്തിക്കുന്നു. നീ ഒരു ശരിയായ മുസ്ലിമാകുന്നില്ല. നിന്റെ സ്വന്തം ശരീരത്തിന് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത്, ഏത് വിശ്വാസമാണോ ഇഷ്ടപ്പെടുന്നത്, ഏത് കർമ്മമാണോ ഇഷ്ടപ്പെടുന്നത്, ഏത് നയമാണോ ഇഷ്ടപ്പെടുന്നത്, മറ്റുള്ളവരിൽ ഏത് സമീപനമാണോ നീ ഇഷ്ടപ്പെടുന്നത്, അത് തന്നെ മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന ചിന്ത നിനക്കുണ്ടാകണം. അപ്പോഴാണ് നീ ശരിയായ മുസ്ലിമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമീപത്ത് ഒരാൾ വന്നിട്ടൊരു ചോദ്യമാണ്, മൽ ഈമാൻ, ഈമാൻ എന്താണ് നബിയേ, ഈമാൻ വിശ്വാസം എന്താണ് നബിയേ? ഉടനെ അവിടുത്തെ മറുപടി, ഇദാ സററതുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅന്ത മുഅ്മിൻ, നീ മുഅ്മിനാണോ അല്ലേ? നിനക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാൻ, നീ മുഅ്മിനാണോ അല്ലേ? നിനക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാൻ ഒരു ചെറിയ മാനദണ്ഡം. അതെന്താണ്? ഇദാ സററതുക ഹസനതുക, നിന്റെ സൽക്കർമ്മം നിന്റെ മനസ്സിൽ സംതൃപ്തി ഉണ്ടാക്കിയാൽ, നീ ഒരു പാവപ്പെട്ടവനെ സഹായിച്ചു, നിനക്ക് വലിയ റാഹത്തായി പോയി. നീ ഒരു നല്ല സദസ്സിൽ പങ്കെടുത്തു, അല്പസമയം വഅദ് കേട്ടു, അൽഹംദുലില്ലാഹ് നല്ലൊരു വഅദ് കേട്ടു, സന്തോഷമായി. നീ ഒരു നല്ല കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, എനിക്കത് പറയാൻ സാധിച്ചല്ലോ, അൽഹംദുലില്ലാഹ് സന്തോഷമായി. നിനക്കൊരു പാവപ്പെട്ടവനെ സഹായിക്കാൻ കഴിഞ്ഞു, നിനക്കതിൽ സന്തോഷമായി. നീ അതുപോലെ രണ്ട് കക്ഷികൾ തമ്മിൽ തെറ്റി ജീവിക്കുമ്പോ അവരെ ഒന്ന് മസ്ലഹത്താക്കാൻ വേണ്ടി നീ ശ്രമിച്ചു, നിനക്കവരെ മസ്ലഹത്താക്കാൻ സാധിച്ചു, നിനക്ക് സന്തോഷമായി. അങ്ങനെ ഏതൊരു സൽക്കർമ്മം നിനക്ക് മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്നുണ്ടോ, നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ, സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇന്നത്തെ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, സുബ്ഹാനല്ലാഹ്, ഇന്ന് ഞാൻ 33 ദിക്ർ 33 സുബ്ഹാനല്ലാഹ് സാധാരണ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നതിന് വിട്ടുപോയല്ലോ. നീ ഏത് കാര്യമാണെങ്കിലും ശരി, നിന്റെ നെരിയാണിയുടെ ചുവടെ നിന്റെ തുണി താഴ്ന്നു പോയതാണെങ്കിൽ പോലും, നിന്റെ ഏത് തെറ്റുകളാണെങ്കിലും ശരി, ഞാൻ അനാവശ്യമായ ഒരു സദസ്സിൽ പങ്കെടുത്തു പോയല്ലോ, ഞാനൊരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്ത് പറയുമ്പോ അവിടെ ഇരുന്നു പോയല്ലോ, ഇങ്ങനെ ഏതാണെങ്കിലും ശരി, നിന്റെ ഒരു തെറ്റ്, ആ തെറ്റ് നിന്റെ മനസ്സിന് മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിന്റെ സൽക്കർമ്മം നിനക്ക് സന്തോഷമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, നീ ഒരു മുഅ്മിനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാനുള്ളവൻ അവന്റെ ഖൽബ് എപ്പോഴും ചിന്തയിലാണ്, ഒരിക്കലും തന്നെ
അവൻ അപാകത സംഭവിച്ചാൽ അവൻ നോർമലായി വിടുകയില്ല. അത് വളരെ നിസ്സാരമായി അവൻ കാണുകയില്ല. അവൻ ഒരു സൽക്കർമ്മം ചെയ്താൽ ആ സൽക്കർമ്മത്തിൽ അവൻ സന്തുഷ്ടനാണ്. അതീശയും ദുഷ്കർമ്മം ചെയ്തു പോയാൽ മനസ്സിൽ വല്ലാത്ത ഖേദമാണ്. ഇത് തന്നെയാണ് സഹോദരന്മാരെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം, ഇന്നൽ മുഅ്മിന, ഒരു ശരിയായ സത്യവിശ്വാസി, യറാ ദുനൂബഹു, അവന്റെ പാപങ്ങളെ അവൻ കാണും, കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. മുഅ്മിനായ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങളിൽ വളരെ ചുരുങ്ങിയത് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നൽ മുഅ്മിന, നിശ്ചയമായി ഒരു ശരിയായ മുഅ്മിൻ, യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. അവന്റെ പാപം അവൻ ഓർമ്മിക്കും. ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, ഇന്നത് പറഞ്ഞു പോയിട്ടുണ്ട്, ഇന്നത് സംഭവിച്ചു പോയിട്ടുണ്ട്. അവന്റെ പാപങ്ങളെ അവൻ കാണും. അതെങ്ങനെ കാണുന്നു? അവൻ കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു വലിയ പാറക്കല്ലുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മല, ഒരു വലിയ പർവ്വതം. ആ പർവ്വതത്തിന്റെ ചുവടെ ഇവനിങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഇപ്പോൾ അതിന്റെ ശരീരത്തിലേക്ക് വീഴും എന്ന് ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ സ്ഥിതിയാണ് ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ സ്ഥിതി. ഞാൻ പാപം ചെയ്തു പോയിട്ടുണ്ടല്ലോ, തെറ്റ് വന്നു പോയിട്ടുണ്ടല്ലോ, അതെന്റെ തലയിൽ മറിഞ്ഞു വീഴാൻ നിൽക്കുന്നത് പോലെ അതിന്റെ ശിക്ഷ എനിക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ. അതെനിക്ക് എന്റെ റബ്ബ് പുറത്തു തന്നെങ്കിലല്ലേ രക്ഷയുള്ളൂ. അവന്റെ മനസ്സിൽ പാപത്തെ കുറിച്ചപ്പോഴും ചിന്തയാണ്. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. എന്നാൽ ഈമാനില്ലാത്ത മനുഷ്യൻ, മനസ്സിന്റെ ഉള്ളിൽ ശരിയായ വിശ്വാസം രൂഢമൂലമാകാത്ത മനുഷ്യൻ, അവന്റെ സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹകദാ ഐദിയഹി ഫദബ്ബഹു അൻഹു. ശരിയായ ഈമാൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാത്ത മനുഷ്യൻ, അവന്റെ സ്വഭാവം, അവന്റെ തെറ്റുകൾ അവൻ ഒരു ഈച്ചയെ പോലെ കാണുന്നുണ്ട്. അവന്റെ മൂക്കിന്റെ മേലെ വന്ന് വീണിരിക്കുന്ന ഈച്ച, ആ മൂക്കിന്റെ സമീപത്ത് കൂടി പോകുന്ന ഈച്ചയെ ആരെങ്കിലും വളരെ വലിയ വിഷമത്തോടുകൂടെ ഭയപ്പെടാറുണ്ടോ? അത് കൈകൊണ്ടൊക്കെ തട്ടിക്കളഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്ന ഒരു ധാരണയാണ് അവന്. ഇതുപോലെ ഈമാൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാത്ത മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ കുറിച്ച് അവന് ചിന്തയില്ല, ഭയമില്ല. അവൻ വെറും മൂക്കിന്റെ മേലെ ഈച്ച വന്നാൽ കൈകൊണ്ടെങ്ങനെ തട്ടിക്കളയുന്നത് പോലെ സാരമില്ല എന്ന ചിന്തയിലാണ് പാപങ്ങളെ കുറിച്ച് അവന്റെ സമീപനം. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ഹാരിസ് ഇബ്നു സുബൈദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ ഒന്നാണ്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിൽ മുഅ്മിനി മിൻ റജുലിൻ. ഈമാനുള്ള ഒരു മനുഷ്യൻ അവന്റെ പാപത്തെ കുറിച്ച് ബോധമുള്ളവനായതുകൊണ്ട് തന്നെ പാപത്തിന്റെ പൊറുക്കലിനെ ചോദിക്കണമെന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. ആ മനുഷ്യൻ പടച്ച റബ്ബിനോട് പാപത്തെക്കുറിച്ച് അല്ലാഹുവിനോട് ഖേദിക്കുമ്പോൾ, മനസ്സുകൊണ്ട് ഖേദിക്കുമ്പോൾ അല്ലാഹുവിന് എന്തൊരു സംതൃപ്തിയാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വ്യക്തി ഒരു പ്രദേശത്ത് പോയി ഇറങ്ങി, അവിടെ ആരുമില്ലാത്ത വിജനമായ ഒരു പ്രദേശം, ധാരാളം നാശത്തിന് വകുപ്പുള്ളൊരു പ്രദേശം. അവിടെ ചെല്ലുമ്പോൾ അവന്റെ കൂടെ അവന്റെ വാഹനത്തിൽ അവന്റെ ഭക്ഷണമുണ്ട്, അവന്റെ പാനീയമുണ്ട്.
അങ്ങനെ ഈ വാഹനം നിർത്തിയിട്ട് അവനൊന്നൊരൽപ്പം റെസ്റ്റ് എടുത്തു. ചെറിയ ഒരുറക്കമിറങ്ങിപ്പോയി. ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോൾ വാഹനം കാണുന്നില്ല. ആ വാഹനപ്പുറത്താണ് ഭക്ഷണമുള്ളത്, ആ വാഹനത്തിലാണ് വെള്ളമുള്ളത്, എല്ലാം ആ വാഹനത്തിലാണുള്ളത്. വാഹനം കാണുന്നില്ല. ആ സമയത്ത് അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. അവനെല്ലാ സ്ഥലത്തും ഒന്ന് ചെന്ന് നോക്കി, എന്റെ വാഹനം എവിടെ എങ്ങാനും ഉണ്ടോ. അവന് ദാഹിക്കുന്നു, വല്ലാതെ ചൂടെടുക്കുന്നു, ഭക്ഷിക്കാൻ ഭക്ഷണം ആവശ്യമായി വരുന്നു. പക്ഷേ ഒരു സ്ഥലത്തും ഈ വാഹനം കാണുന്നില്ല, സഹായത്തിന് ഒരു വകുപ്പും ഒരു സ്ഥലത്തുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ഞാൻ നേരത്തെ വിശ്രമിച്ച സ്ഥലത്തേക്ക് തന്നെ ഒന്ന് മടങ്ങട്ടെ. ഞാൻ അവിടെ ഒന്നുകൂടി ഒന്ന് വിശ്രമിച്ച് കിടക്കട്ടെ. അങ്ങനെ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? അദ്ദേഹം മരിക്കണ്ടാണെങ്കിൽ മരിക്കട്ടെ എന്ന നിലക്ക് ആ സ്ഥലത്തേക്ക് മടങ്ങി വന്നു. തല കൈക്ക് വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് കൈയിന്റെ മേലെ തലയിൽ വെച്ച് അദ്ദേഹം അവിടെ കിടന്നു. അല്പം ഒന്നങ്ങ് ഉറങ്ങിപ്പോയി. അവൻ ഉറക്കം തെളിഞ്ഞു. അവന്റെ പാനീയവും അവന്റെ ഭക്ഷണവും ഒക്കെ ഉള്ള ആ വാഹനം രണ്ടാമത് ഉറക്കി തെളിഞ്ഞു നോക്കുമ്പോൾ സമീപത്ത് വന്ന് നിൽക്കുന്നത് കാണുന്നു. അവന്റെ വാഹനം വന്ന് സമീപത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാ സാധനങ്ങളും അതിന്റെ മേലെ തന്നെയുണ്ട്. എന്തായിരിക്കും അവന്റെ സന്തോഷം, എന്തായിരിക്കും അവന്റെ സംതൃപ്തി? ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബത്തിൽ അബ്ദിൽ മുഅ്മിനി മിൻ ഹാദാ ബിറാഹിലതിഹി വസാദിഹി. ഓ ജനങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ഉറച്ച ഈമാനുള്ള ഒരു മനുഷ്യൻ, അവൻ അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവനാണ്, അല്ലാഹുവിന്റെ തൗഹീദിൽ വിശ്വസിച്ചവനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അവൻ ഉറപ്പിച്ചവനാണ്. അല്ലാഹുവിന്റെ ഖുർആൻ സത്യമാണെന്ന് അവൻ ഉറപ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്ന് ഉറപ്പാണ്. ഉറച്ച വിശ്വാസം ഹൃദയത്തിലുള്ളവനാണ്. പക്ഷേ അവൻ പാപം ചെയ്തുപോയി, അബദ്ധം വന്നുപോയി, ദുർബല നിമിഷത്തിൽ തെറ്റ് സംഭവിച്ചു പോയി. ആ മനുഷ്യൻ മനസ്സിന്റെ ഉള്ളിൽ പേടിച്ച് ഖേദിക്കുമ്പോൾ, ആ ഖേദിക്കുന്ന മനുഷ്യന്റെ ഖേദം കാണുമ്പോ അല്ലാഹുവിന്റെ സംതൃപ്തി, ഈ വാഹനവും വസ്തുക്കൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയിട്ട് രണ്ടാമതും അത് പൂർണ്ണമായി തിരിച്ചു കിട്ടിയ മനുഷ്യന്റെ സംതൃപ്തിയില്ലേ, ആ സംതൃപ്തിയേക്കാൾ എത്രയോ ഉയർന്ന സംതൃപ്തിയാണ് പടച്ച റബ്ബിന് ഈ മുഅ്മിനായ മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന് വന്ന അബദ്ധത്തിൽ ഖേദം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ റബ്ബിനുണ്ടാകുന്ന സംതൃപ്തി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഓ സഹോദരന്മാരെ, ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ ശരിക്കും രൂഢമൂലമായാൽ തെറ്റ് ചെയ്തവന് മനസ്സാക്ഷിക്കുണ്ടാകും. അവന്റെ മനസ്സിൽ എപ്പോഴും അതാ ഈ പർവ്വതം എന്റെ ശരീരത്തിലേക്ക് വീഴുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ അവന്റെ മനസ്സിൽ ഭയമുണ്ടാകും. ആ മനുഷ്യൻ ഈമാൻ ഹൃദയത്തിലുള്ളവൻ ഒരു മുസ്ലിമിനെയും ശല്യം ചെയ്യൂല, ഒരമുസ്ലിമിനെയും ശല്യം ചെയ്യൂല. അവനൊരു വർഗീയവാദിയാവുകയില്ല, അവനൊരു തീവ്രവാദിയാവുകയില്ല, അവനൊരു ഭീകരവാദിയാവുകയില്ല, അവൻ അനാവശ്യമായി സംസാരിക്കുകയില്ല. അവന്റെ സ്വഭാവം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുഅ്മിനു മൻ അമിനഹുന്നാസ്. ഒരു ശരിയായ മുഅ്മിൻ മൻ അമിനഹുന്നാസ്, ജനങ്ങൾ മുഴുവനും അവനെ സംബന്ധിച്ച് നിർഭയരാണ്. ജനങ്ങൾ അവനെ സംബന്ധിച്ച് നിർഭയരാണ്. അവനാണ് ശരിയായ മുഅ്മിൻ. ഒരു ശരിയായ മുഅ്മിനെ സംബന്ധിച്ച്, സത്യവിശ്വാസിയെ കുറിച്ച് അദ്ദേഹം ഒരു ശല്യമെങ്കിലും ചെയ്യുമെന്നൊരു തോന്നൽ മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല. അത്തരക്കാരാണ് ശരിയായ മുഅ്മിൻ. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ പൂർവ്വകാല പണ്ഡിതന്മാർ, പൂർവ്വകാല മഹാന്മാർ, ആ മഹാന്മാരുടെ സമീപത്തിൽ ഹൈന്ദവരും ക്രൈസ്തവരും സാധാരണക്കാരും അസാധാരണക്കാരും പണക്കാരും പാവപ്പെട്ടവരും എല്ലാവരും വരും.
പ്രാർത്ഥിക്കാൻ പറയും. അവരെ കൊണ്ട് അവർ വെള്ളം ബന്ധിപ്പിക്കും, അവരെ കൊണ്ട് അവർ പ്രാർത്ഥിപ്പിക്കും. അവർക്ക് എല്ലാവർക്കും സ്നേഹം, ബഹുമാനം. അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസം ഉണ്ടായില്ല. നമുക്കറിയില്ലേ, നമ്മുടെ ഈ കേരളത്തിൽ മുസ്ലിമീങ്ങൾക്ക് മാപ്പിളമാരി എന്നാണ് പേര്. മാപ്പിളമാർ എവിടുന്നാണ് ഈ പേര് വന്നത്? ആദ്യകാലത്ത് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു വന്നു, ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെയുള്ള ധാരാളം മഹാന്മാർ ഇവിടെ വന്നു. സഹോദരന്മാരെ, അങ്ങനെ ആ മഹാന്മാർ ഇന്ത്യ രാജ്യത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ നേരത്തെ ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു ഭരണാധികാരി പെരുമാൾ രാജാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഞ്ചി ഹദിയയുമായി ചെന്നു. ഇഞ്ചി ഇന്ത്യ രാജ്യത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ് ഇഞ്ചി. ഇഞ്ചി ഭരണിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയകൾ കൊടുക്കാൻ വേണ്ടി ചെന്നു. അത് ചെല്ലാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിശ്വാസികളായ ആളുകൾ ഒരു തെളിവ് കാണിച്ചു തരണം. മുഹമ്മദേ, നിങ്ങൾ അല്ലാഹുവിന്റെ ആളാണ് എങ്കിൽ തെളിവ് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി സഹീഹ് ബുഖാരി രേഖപ്പെടുത്തിയത് കാണാം. ബാബു സുആലിൽ മുശ്രികീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുരിയഹും ആയ. അവിശ്വാസികളായ അബൂജഹലിനെ പോലുള്ള കക്ഷികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ റസൂലാണെന്നതിന് ഒരു തെളിവ് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ചന്ദ്രനിലേക്ക് ചൂണ്ടി. ചന്ദ്രൻ പിളർന്നതായി അവർ കാണുന്നു. ആ ചന്ദ്രൻ പിളർന്ന സംഭവം അത് കേരളത്തിൽ വെച്ച് കണ്ട വ്യക്തിയാണ് പെരുമാൾ രാജാവ്. ആ പെരുമാൾ രാജാവ് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. സിലോണിൽ ആദമ്മല കാണാൻ വേണ്ടി സിലോണിലേക്ക് പോകുന്ന അറബികൾ കേരളത്തിൽ കപ്പലിറങ്ങിയപ്പോൾ രാജാവുമായി കാണാനും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ അതിഥികളെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കേരള എന്നതിന് അറബികൾ പലപ്പോഴും ഖൈറുള്ള എന്നാണ് പറയാറ്. അല്ലാഹുവിന്റെ ഖൈർ കിട്ടിയ രാജ്യം എന്ന നിലക്ക് ഖൈറുള്ളയാണ് കേരളമായത് എന്ന് ചില അറബികൾ പറയാറുണ്ട്. ഏതോ ഇരിക്കട്ടെ, നമ്മൾ സാധാരണയായി കേരളനാടായതുകൊണ്ട് കേരളമായി നമ്മൾ പലരും പറയാറുണ്ട്. എന്തോ ഇരിക്കട്ടെ, ഈ കേരളത്തിൽ വന്ന ജനങ്ങളെ, അറബികളെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്ത പെരുമാൾ രാജാവ് അവരുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നീതിയും സത്യവും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുന്ദരമായ ഇസ്ലാമിന്റെ ആശയങ്ങളെ കുറിച്ച് അവർ നബിതങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനിലേക്ക് ചൂണ്ടി ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്ത അനുഭവം അവർ സാക്ഷീകരിച്ചപ്പോൾ അത് ഞാൻ കേരളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പെരുമാൾ രാജാവ്, നിങ്ങൾ മക്കയിലേക്ക് പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂടെ പോകുമ്പോ ഈ മഹാനായ നേതാവിന് എന്റെ വകയിൽ വല്ല കാഴ്ചയും കേളും ഹദിയ കൊണ്ട് കൊടുക്കണമെന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ രാജ്യത്തുള്ള വലിയ ഔഷധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വലിയ മരുന്നാണെന്ന് പഠിപ്പിച്ച ഇഞ്ചി, വലിയ മരുന്നാണെന്ന് പഠിപ്പിച്ച ഇഞ്ചി, പശുവിന്റെ മാംസത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പശുവിന്റെ മാംസത്തിൽ രോഗമുണ്ട്. പശുവിന്റെ മാംസം പലപ്പോൾ രോഗമുണ്ടാക്കാറുണ്ട്, നമുക്കും അറിയുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് പശുവിന്റെ പാലിൽ പലപ്പോഴും ഔഷധ വീര്യമുണ്ട്, അതിൽ മരുന്നാണെന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പശുവിന്റെ മാംസം നിങ്ങൾ പാകം ചെയ്യുന്ന സമയത്ത് വെളുത്ത ഉള്ളിയും ഇഞ്ചിയും ധാരാളമായി അതിൽ ഉപയോഗിച്ചാൽ ആ
മാംസത്തിന്റെ രോഗാണുക്കൾ പലതും നശിക്കാനും അതിന്റെ ദൂഷ്യവശങ്ങൾ നീങ്ങാനും കാരണമാണെന്നും അവിടുന്ന് പഠിപ്പിച്ച ചികിത്സാ രീതിയിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ വലിയ ഔഷധമായ ഇഞ്ചി, ആ ഇഞ്ചി കളിച്ച് അത് ഭരണിയിലാക്കി കുപ്പിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാഴ്ചവെക്കാൻ ഭരണാധികാരിയായ പെരുമാൾ രാജാവ് കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുത്തപ്പോ കാണാം നിങ്ങൾക്ക് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ അഹദാ മരിക്കൽ ഹിന്ദി, ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുത്തു ഇഞ്ചിയുള്ള വലിയ പീപ്പ, വലിയ ഭരണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇഞ്ചി കഷ്ണം കഷ്ണമാക്കി നുറുക്കി അതാ അവിടെയുള്ള ശിഷ്യന്മാർക്ക് വിതരണം ചെയ്തപ്പോ അതിൽ നിന്നൊരു കഷ്ടം എനിക്കും തന്നിട്ടുണ്ടെന്ന് അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. മഹാനായ സഹാബത്ത് വിവരിച്ചിട്ടുണ്ട്. ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ സഹോദരന്മാരെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീനീ പ്രചരണത്തിന് വേണ്ടി അവിടെ വന്ന ദീൻ പഠിക്കാൻ വേണ്ടി വന്ന രാജാവ്, ആ രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ച് നബി തങ്ങൾക്ക് ഹദിയ കൊടുത്ത് അദ്ദേഹം പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോ അദ്ദേഹം വഫാത്തായി പോയി എന്നൊരു ചരിത്രം. അദ്ദേഹത്തിന്റെ ഖബറാണ് ഇന്നും പഴയ കാലത്ത് യമനിന്റെ ഭാഗമായി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പരിചയപ്പെടുത്തിയ വഫാർ എന്ന പ്രദേശം ഇന്നത്തെ ലോകത്ത് പറഞ്ഞാൽ ഒമാനിന്റെ ഭരണപ്രദേശമായ സലാല. ആ സലാല എന്നത് വഫാർ എന്ന പേരിലാണ് നേരത്തെ അറിയപ്പെട്ടത്. ഒരുപാട് ഔലിയാക്കളും ഒരുപാട് സാലിഹീങ്ങളും മന്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ് സലാല. ആ സലാലയിൽ നിന്നും അബ്ദുറഹ്മാൻ സാമിരി എന്ന പേരിൽ ഖബറിൽ അറിയപ്പെടുന്ന ഖബറിൽ ഈ മഹാനായ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രാജാവിന്റെ ഖബറാണെന്ന് പറയപ്പെടുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിക്കുകയും നബി തങ്ങൾക്ക് ഹദിയ കൊടുക്കുകയും ചെയ്ത അബ്ദുറഹ്മാൻ സാമിരി എന്ന പേരിൽ അറിയപ്പെട്ട ആ മഹാൻ തിരിച്ചു വരുന്നതിനിടയിൽ മരണം സംഭവിച്ചെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതന്മാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ വന്ന കൂട്ടത്തിൽ അതാ ധാരാളം മഹാന്മാരുണ്ട്. അങ്ങനെ ആദ്യകാലത്ത് കേരളത്തിൽ വന്നവരിൽ പെട്ടവരാണ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ. ആ മഹാന്മാർ ഇവിടെ വന്നപ്പോ ഇവിടെയുള്ള ഹൈന്ദവർ, ഇവിടെയുള്ള മറ്റ് ജനങ്ങൾ അന്നത്തെ കാലത്ത് ഏറ്റവും ബഹുമാനിച്ചിരുന്ന വിഭാഗമാണ്. അവരുടെ കൂട്ടത്തിൽ പിള്ളമാർ. ആ പിള്ളമാരെക്കാൾ ഒരു പടി കൂടി ഇവരുടെ സ്വഭാവവും ഇവരുടെ സൽക്കർമ്മവും ഇവരുടെ സംസ്കാരവും ഇവരുടെ സംശുദ്ധിയും ഇവരുടെ നന്മകളും കണ്ടപ്പോൾ പിള്ളമാരെക്കാൾ ഒന്നുകൂടി നമ്മുടെ രാജ്യത്ത് വന്ന മുസ്ലിം മിഷണറി പ്രവർത്തകരായ പണ്ഡിതന്മാരെ ഈ രാജ്യത്തുള്ള മറ്റു മതക്കാർ ബഹുമാനിച്ചു. അങ്ങനെ അവർ കൊടുത്ത പേരാണ് മഹാപിള്ളമാർ. ആ മഹാപിള്ള എന്ന പേരിൽ കാലാന്തരത്തിൽ ലോപിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ അബ്ദുല്ലാന്റെ പേര് വെച്ച് കൊച്ചൻ ഔലാദ് വിളിക്കലുണ്ട്. ചില ആളുകൾക്ക് അബ്ദുറഹ്മാന്റെ പേര് വെച്ച് കൊച്ചൻ അന്തൂന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ പേരുകൾ ലോപിച്ചു പോകാറുണ്ട്. അഹമ്മദിന്റെ പേര് വെച്ച് കുറച്ച് അഹമ്മദ് എന്ന് പറയാറുണ്ട്. ഇതുപോലെ മഹാപിള്ള എന്ന പേര് ഇക്കാലത്ത് ലോപിച്ച് മാപ്പിള എന്നായി മാറി. അങ്ങനെയാണ് മാപ്പിള എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ രൂപത്തിൽ എന്തുകൊണ്ട് ബഹുമാനിക്കപ്പെട്ടു, എന്തുകൊണ്ട് ആദരിക്കപ്പെട്ടു? പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് പറഞ്ഞ മുഖ്യമായ മനുഷ്യന് പറഞ്ഞ ലക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒത്തിണങ്ങി എന്നതാണ്. ഒരിക്കലും തന്നെ ആരെയും ശല്യപ്പെടുത്തുന്ന ഒരു ജീവിതം, ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്ന ഒരു ജീവിതം ഒരു മുഴുവൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ജീവിതം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അവനവന്റെ ശരീരത്തിൽ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങളിൽ ഒരാൾ മൂമിനല്ല, സത്യവിശ്വാസിയല്ല.
നമുക്ക് നമ്മളെ കൂട്ടത്തില് ബാപ്പ മരിച്ചിട്ട് എന്റെ മക്കൾ യതീമായി പോകണമെന്ന് ഒരു മനുഷ്യന് ചിന്തിക്കൂല. അതേപോലെ തന്നെ മറ്റൊരാളും അവന്റെ ബാപ്പ മരിച്ചിട്ട് കുട്ടികൾ യതീമായി പോകണം എന്ന് ചിന്തിക്കാനുള്ള വകുപ്പ് നമുക്കില്ല. അപ്പൊ ഒരാളെ അക്രമമായി കൊല്ലാനോ ഒരാളെ ആക്രമിക്കാനോ ഒരു മനുഷ്യൻ പോകില്ല. മൂമിനാണോ പോകില്ല. ധാരാളം സംഘടനകൾ ഉണ്ടാവും ലോകത്ത്. എല്ലാ സംഘടനകളും ഒന്നാക്കാൻ കഴിയും. ലോകത്തൊരിക്കലും കഴിയില്ല. ധാരാളം ആശയങ്ങൾ ഉണ്ടാവും ലോകത്ത്. എല്ലാ ആശയങ്ങളും ഒന്നാക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. പഴയ ആശയക്കാരും ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, അമുസ്ലിം ഉണ്ടാവും, എല്ലാ കക്ഷികളും ഉണ്ടാവും. ഓരോരുത്തരും അവരവന്റെ ആശയം സ്വതന്ത്രമായി പ്രചരിപ്പിക്കുന്നു. പ്രചരിപ്പിക്കാതെ പ്രചരിപ്പിക്കുന്നു, ഓരോരുത്തർ അവരെ പ്രചരിപ്പിക്കുന്നു. ഒരാളും മറ്റൊരാളെ ശല്യം ചെയ്യാൻ പോകില്ല. ശല്യം ചെയ്യാൻ പോകുമ്പോഴല്ലേ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവരവൻ ഇഷ്ടപ്പെടുന്നത് എന്താ അത് തന്നെ ആക്കുന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോഴാണ് പക്ഷെ മൂമിനാകുന്നത്. ആ ഒരു സ്വഭാവമില്ലേ? ഈമാനിന്റെ തകരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ ലക്ഷണങ്ങൾ ഓരോന്നോരോന്നായി പറയുകയാണ്. എന്റെ വീട് പട്ടിണി കിടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ? എന്റെ തൊട്ടടുത്ത വീടുകളും മറ്റുള്ളവരുടെ വീടുകളും പട്ടിണി കിടക്കരുതെന്ന് നിർബന്ധം എനിക്ക് വേണം. അപ്പോഴേ ഞാൻ മുഅ്മിനാവൂ. എന്റെ പീടികയിൽ നല്ല ബിസിനസ് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ എന്റെ തൊട്ടടുത്തുള്ള പീടികയിലും നല്ല ബിസിനസ് നടത്തണമെന്ന ആഗ്രഹം എന്റെ മനസ്സിൽ വേണം. എന്റെ തൊട്ടടുത്ത കടയിലും ബിസിനസ് വേണമെന്ന ആഗ്രഹം വേണം. അപ്പോഴേ ഞാൻ മുഅ്മിനാകുന്നുള്ളൂ. ആകയാൽ ശരിയായ ഈമാൻ ഹൃദയത്തിൽ കടന്നവന് ഒരാളോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വൈരാഗ്യമില്ല. എവിടെയും അവൻ ഉയർത്തിപ്പിടിക്കുന്നത് ഈമാൻ, നീതി മാത്രമേ അവന്റെ. ഞാൻ സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല ഹത്താ യകൂന ഹവഅഹു തബഅൻ ലിമാ ജിതു ബിഹി. ഞാൻ എന്തൊരാശയവുമായിട്ടാണോ വന്നത്, ഞാൻ എന്തൊരാദർശവുമായിട്ടാണോ വന്നത്, ആ വന്നതിനോട് മനുഷ്യന്റെ മനസ്സ് യോജിക്കാത്ത കാലത്തോളം, പിന്തുടരാത്ത കാലത്തോളം നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല. ഒരു ശരിയായ മുഅ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ അവന് സന്തോഷമാണ്. നബി തങ്ങൾ വിരോധിച്ചത് എന്താണെങ്കിലും അവൻ അതിനോട് വെറുപ്പാണ്. അങ്ങനെ മനസ്സുകൊണ്ട് ഈമാനുണ്ടോ അവൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതിനോട് സന്തോഷമുള്ളവനാകും. ഏതൊരു വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിരോധം പറഞ്ഞു അതിനോട് അവന്റെ മനസ്സിൽ വെറുപ്പാകും. അത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അജബൻ ലി അംരിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വ ഇൻ അസാബതുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. ഒരു ശരിയായ സത്യവിശ്വാസിയുടെ സമീപനം എന്താണ്? അവന്റെ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അവന്റെ കാര്യത്തിൽ ഞാൻ അല്ലാഹു ജല്ല ജലാലുഹു അവന് കൊടുത്ത കാര്യം വളരെ സന്തോഷകരം തന്നെ, അത്ഭുതകരം തന്നെ. എന്താണ് കാരണം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു മുഅ്മിനായ മനുഷ്യന് സർവ്വ വിഷയങ്ങളും ഖൈറാണ്. ഈമാനുള്ള മനുഷ്യന് സർവ്വ വിഷയങ്ങളും ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. അത് മുഅ്മിനായ മനുഷ്യനല്ലാതെ മറ്റാർക്കും അതില്ല. മുഅ്മിനായ മനുഷ്യന് സർവ്വ വിഷയങ്ങളും ഖൈറാണ്. എന്താണ് കാരണം? ഇന്ന അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു. അവന്റെ മനസ്സിനൊരു സന്തോഷം കൈവന്നാൽ ആ സന്തോഷത്തിൽ അവൻ മതിമറക്കുകയില്ല. അവൻ മതിമറന്നുകൊണ്ടൊന്നും അവൻ സംസാരിക്കുകയില്ല, അഹങ്കരിക്കുകയില്ല. മറിച്ച് അവന്റെ മനസ്സിൽ ഇതെനിക്ക് തന്നതെന്റെ റബ്ബാണ്, ആ റബ്ബിന് ഞാൻ നന്ദി ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ആരോഗ്യം റബ്ബ് തന്നു, ആ ആരോഗ്യം കൊണ്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. എനിക്ക് എന്റെ റബ്ബ് സമ്പത്ത് തന്നു, അത് ഞാൻ ആവശ്യത്തിന് ചെലവഴിക്കേണ്ടതുണ്ട്. എനിക്ക് എന്റെ റബ്ബ് നാവ് തന്നു, ആ നാവ് കൊണ്ട് ഞാൻ നല്ലത് മാത്രം സംസാരിക്കേണ്ടതുണ്ട്. അല്ലേ? മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചോദ്യം. അവിടുത്തെ മറുപടി തന്നെ ത്വയ്യിബുൽ കലാം വ ഇത്ആമുൽ തആം.
നല്ല സംസാരമാണ് ഇസ്ലാം. ആഹാരം നൽകലാണ് ഇസ്ലാം. ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം മറ്റുള്ളവരെ തെറി പറയലല്ല, മറ്റുള്ളവരെ കുറ്റം പറയലല്ല, മറ്റുള്ള മനുഷ്യനെ നിസാരപ്പെടുത്തലല്ല. ഇസ്ലാം നല്ല സംസാരമാണ്. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകലാണ് ഇസ്ലാം, ആഹാരം നൽകലാണ് ഇസ്ലാം. കൈകൊണ്ട് നൽകുന്നത് ഏറ്റവും നല്ലത്, നാവ് കൊണ്ട് നൽകുന്നത് ഏറ്റവും നല്ലത്. ഇങ്ങനെ നല്ലത് മാത്രം വിതരണം ചെയ്യുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു ശരിയായ മുസ്ലിം, ശരിയായ മുഅ്മിൻ, അവന്റെ സ്വഭാവം എന്താണ്? അവന്റെ നാവ് കൊണ്ട് ശല്യമില്ല, കൈകൊണ്ട് ശല്യമില്ല. അങ്ങനെയുള്ള മനുഷ്യനാണ് മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? എപ്പോഴും നന്ദി ചെയ്യണമെന്ന ബോധം. എനിക്ക് അല്ലാഹു ഇന്ന ഒരു നിഅമത്ത് ചെയ്തു, അത് ഞാൻ നന്ദി ചെയ്യണം. ഒരു പണ്ഡിതനാണോ, അദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്ക് അല്ലാഹു തആല പറഞ്ഞ അറിവ് തന്നു, ആ അറിവ് ഞാൻ ജനങ്ങൾക്ക് എത്തിക്കണം, അതെന്റെ ബാധ്യതയാണ്. ഞാൻ പഠിച്ച അറിവ് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കണം, എന്റെ ബാധ്യതയാണ്. എനിക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഒരു നല്ല കാര്യത്തിൽ പങ്കുചേരാൻ അവസരം തന്നു. ഞാൻ എന്റെ സമയം പൂർണ്ണമായി നല്ല കാര്യത്തിൽ ഉപയോഗിക്കാൻ ഞാൻ കാണണം. എനിക്ക് എന്ത് നിയമത്ത് അല്ലാഹു തന്നോ ആ തന്നതും ഞാൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. ഇത് നല്ല നിയമത്ത് ഒരു വിഷയത്തിൽ അല്ലാഹു തന്നാൽ അതിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല. ഐസബിയുടെ സമീപത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഷാമിൽ കച്ചവടത്തിന് പോകുന്ന ആളാണ്, കച്ചവടത്തിൽ ബർക്കത്തുണ്ട്, മോശമൊന്നുമില്ല. ഞാനിപ്പോൾ എന്റെ കച്ചവടം മറ്റൊരു പ്രദേശത്തേക്ക്, ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ ഇറാഖിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ പ്രാവശ്യം ഞാൻ മറ്റൊരു സ്ഥലത്ത് ബിസിനസ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഐസബിയുടെ പറഞ്ഞു പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ബിസിനസ് നടത്തുമ്പോൾ ആ സ്ഥലത്ത് അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ പോകുന്ന സ്ഥലത്ത് തന്നെ പോയാൽ മതി. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ അല്ലാഹുവിന്റെ നിയമത്തിൽ ഒളിച്ചോടാൻ പാടില്ല. നിയമത്തെ സംബന്ധിച്ച് ബോധം വേണം, അവൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഏത് കാര്യമാണ് ഖൈർ, അത് മുഅ്മിനായ മനുഷ്യനോടാണ്. ഏത് നന്മ കിട്ടിയാൽ അവൻ നന്ദി ചെയ്യും, ഖൈറായി. ഒരു പ്രയാസം അവന് സംഭവിച്ചാൽ അവൻ ക്ഷമിക്കും. ക്ഷമിക്കുമ്പോൾ വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകും. സുബ്ഹാനല്ലാഹ്. ചില ആളുകളുണ്ട്, എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാൻ കഴിയൂല, അവർ വേവലാതി പറയും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ആ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ക്ഷമിക്കാൻ കഴിയാത്ത ചില ജനങ്ങൾ. ഓ സഹോദരന്മാരെ, അത് ഈമാനുള്ളവന്റെ ലക്ഷണമല്ല. എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാൻ കഴിയണം. അല്ലാഹു ഒരു മനുഷ്യനെ തീരുമാനിച്ചത് മറികടക്കാൻ ഒരു ബുദ്ധി കൊണ്ടും സാധ്യമല്ല, സാമർഥ്യം കൊണ്ട് സാധ്യമല്ല, അധികാരം കൊണ്ട് സാധ്യമല്ല, ഒന്നുകൊണ്ടും സാധ്യമല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകണം. ആ ബോധമില്ലെങ്കിൽ നീ എന്നും പ്രയാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു നിനക്ക് സംശയിച്ചു തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. നിനക്ക് ജനങ്ങളിൽ ഏറ്റവും ഒരു ഐശ്വര്യക്കാരനാകാം. എത്ര ഉണ്ടായാലും എന്ത് കിട്ടിയാലും സുബ്ഹാനല്ലാഹ് മനസ്സിന് സമാധാനമില്ലാത്ത ചില ആളുകളില്ലേ? എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ വിശ്വാസത്തിന്റെ കുറവാണ്. നിങ്ങൾ ഓർക്കണം, അല്ലാഹു ലോകത്ത് തീരുമാനിച്ച കാര്യങ്ങൾ അത് നടന്നേ പറ്റൂ, അത് സംഭവിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആരെയും ആക്ഷേപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം, നമ്മൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കരണ്ടില്ല, അപ്പോഴേക്ക് പിടിച്ച് ദേഷ്യം ഭാര്യയോട് ദേഷ്യം. ചില മനുഷ്യന്മാരെ ആരാണ് മക്കളെ കൊണ്ട് അങ്ങനത്തെ ആളുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭാര്യയോട് ദേഷ്യം പിടിച്ചു, ഇന്നേ കരണ്ടില്ലാത്ത ഇവള് പറഞ്ഞത് ഫീസ് അടിച്ചു. എന്നാ പിന്നെ നേരത്തെ തന്നെ നോക്കിക്കൂടായിരുന്നോ? നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ ഓഫീസ് വർക്കും ഇവള് നടത്തണം. ഇവനോ, ഇവൻ നേരത്തെ പോയി, ഇവൻ കുറെ ദേഷ്യം പിടിച്ചു ഇവിടെ പറയത്ത. അല്ലെങ്കിൽ എന്തോ ഒരു സാധനം കാണാതെ അപ്പോഴേക്ക് ദേഷ്യം പിടിച്ചു, അതിന് കുറേ എന്നിട്ട് പറഞ്ഞു ഭാര്യനെ പറഞ്ഞു, അല്ലെങ്കിൽ മക്കളെ പറഞ്ഞു, ഭയങ്കര ചൂടായി സംസാരിച്ചു. വാസ്തവത്തിൽ അതിന്റെ ശ്രദ്ധിച്ചുകൂടായിരുന്നോ? അത് അങ്ങനെ ആയിക്കൂടായിരുന്നോ? ഇങ്ങനെ ആയിക്കൂടായിരുന്നോ? കുറെ കാര്യം. ഏതൊരു മനുഷ്യനും ആലോചിക്കണം. പഠിക്കാൻ വേണ്ടി പറയണം, പഠിക്കാൻ വേണ്ടി പറയണം. അത് ഇനി മേലിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി, ഇനി മേലിൽ പാഠം പഠിക്കാൻ വേണ്ടി
ഇന്ന ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട്, ആ ന്യൂനത സംഭവിച്ചത് ശരിയായിട്ടില്ല, അത് പരിഹരിക്കേണ്ടതാണ്, അതുകൊണ്ട് ഇനിമേൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് പഠിക്കാൻ വേണ്ടി കീഴിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അതേസമയം അത് പിന്നെ ഇങ്ങനെ എപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരിക്കൽ പറഞ്ഞിട്ട് നിർത്തൂല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ഓർമ്മിച്ച് വെക്കുക, എപ്പോഴും ആക്ഷേപിക്കുക, ഇങ്ങനെ ചില സ്വഭാവങ്ങളാണ് മനുഷ്യന്മാർ. ആ സ്വഭാവമുള്ള മനുഷ്യരിൽ നിന്ന് ജനങ്ങൾ അകന്നുപോകും. കുടുംബക്കാരാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ശിഷ്യന്മാരാണെങ്കിലും ആരാണെങ്കിലും അകന്നുപോകും. അതേസമയം മക്കളെ വിളിച്ച് ഉപദേശിക്കണം, ഒരു കാര്യങ്ങൾ അവർ മനസ്സിലായിക്കൊള്ളണം, ഇങ്ങനെ ഇവിടൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇനിമേൽ ഉണ്ടാകാൻ പാടില്ല. ഒരു കടയിൽ ബിസിനസ് നടത്തുമ്പോൾ സെയിൽസ്മാൻമാരാണ്, ജോലിക്കാരാണ്, അവരുടെ ബിസിനസ് രംഗത്ത് അവർക്ക് അപാകത സംഭവിച്ചതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ അവരെ വിളിച്ച് സ്വകാര്യത്തിൽ കാര്യം മനസ്സിലാക്കി കൊടുക്കും. ഇന്ന് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇവിടെ നോക്കേണ്ടതായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഇനിമേൽ അങ്ങനെ ഉണ്ടാകരുത്. അപ്പൊ അവർക്കും വിഷമം ഉണ്ടാവില്ല, പഠിപ്പിച്ചതിന് നന്ദിയാണ് അവർ മനസ്സിൽ തോന്നുന്നത്. നേരെ മറിച്ച് അതിന്റെ എങ്ങനെയാക്കാൻ എന്നെ കൊണ്ടാകാൻ പറ്റി ഇങ്ങനെയാണ് ഇതൊക്കെ പോയി വാസ്തവത്തിൽ അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ഒരു മനുഷ്യൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഇൻഫാദ അംരിൻ സലബ കുല്ലി ദീ ലുബ്ബിൻ ലുബ്ബഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം ഇവിടെ നടപ്പാക്കണം എന്ന് അവൻ തീരുമാനിച്ചാൽ, അവൻ ഉദ്ദേശിച്ചാൽ, അവൻ അതിൽ ഇഷ്ടപ്പെട്ടാൽ സലബ കുല്ലി ദീ ലുബ്ബിൻ ലുബ്ബഹ. ഏത് ബുദ്ധിയുള്ളവന്റെ ബുദ്ധി അല്ലാഹു തരുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും ഇയാൾ ഇത്ര വലിയ സാമർത്ഥ്യമുള്ള ആളാണ്, ഇയാളെ പഠിപ്പിൽ പോയി വീണത്, ഈ ഇത്ര വലിയ സാമർത്ഥ്യമുള്ള ഈ മനുഷ്യൻ എങ്ങനെ ഈ പഠിപ്പിൽ പോയി വീണത് എന്ന് നമുക്ക് തോന്നും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം, ആളുകൾ പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അറാദ ഇംലാഅ അംരിൻ, അല്ലാഹു ജല്ല ജലാലുഹു ഒരു കാര്യം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ നസഅ ഉഖൂല റിജാലി, നല്ല ആൺകുട്ടികളുടെ ബുദ്ധി അല്ലാഹു തആല നീക്കിക്കളയും. ഹത്താ യുലിയ അംറഹു, അവന്റെ തീരുമാനം അവരിവിടെ നടപ്പാക്കും. ഫൈദാ അല്ലാഹു അവനെ നടപ്പാക്കി കഴിഞ്ഞാൽ റദ്ദ ഇലൈഹിം ഉഖൂലഹും, അവരുടെ ബുദ്ധി അല്ലാഹു തആല അവർക്ക് തിരിച്ചു കൊടുക്കും. വഖഅത്തിൻ നദാമ, ഇത് എനിക്കിങ്ങനെ ഖേദമാണ്, ഞാൻ ഇങ്ങനെ ഇതിൽ പെട്ടുപോയത്, ഞാനിങ്ങനെ സംഭവിച്ചു പോയത്, ഇന്ന് ഇതിന് ഖേദം ഇങ്ങനെ ഉണ്ടാകും. ഇത് അല്ലാഹു ഒരു കാര്യം നടപ്പാക്കിയാൽ അത് മറികടക്കാൻ ഒരു ഹിക്മത്ത് കൊണ്ടും സാധ്യമല്ല. കേട്ടിട്ടില്ലേ സഹോദരന്മാരെ, റബ്ബിന്റെ മേലിൽ ശരിയായ തവക്കുൽ വേണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. കൊടുക്കുന്നവനല്ല, തടയുന്നവനല്ല, സംശയം വേണ്ട. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഒരാഴ്ച മുമ്പ് ഞാൻ വിദേശത്തേക്ക് പോകാനിരിക്കുന്നു. അപ്പോൾ എന്നോട് നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിലുള്ള സ്കൂളുകളിൽ നിന്ന് ഒരു സ്കൂളിന്റെ മാനേജർ അദ്ദേഹം ഇവരെ പറയുന്നു, നമ്മുടെ സ്കൂൾ ഒരു നാടകം കളിക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് പറയുന്നെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അയൽവാസികൾക്ക് എന്നൊക്കെ എതിരായി പോകും. ഞാൻ പറഞ്ഞു അവരോട് സൗകര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ഡിതന്മാർ മോമിനികളും അധ്വാനിച്ച് എത്രയോ മുസ്ലിമീങ്ങളും മോമിനികളും സംഭാവന നേർച്ച തന്നിട്ടാൽ നമ്മുടെ സ്കൂൾ മദ്രസ ഉണ്ടാക്കുന്നത്. അത് ഒരു മതപരമായ ആശയത്തിന് എതിരായി അത് ഉപയോഗിക്കുന്നത്. അതിനെ സഹായിച്ച ഒരാളും ഇഷ്ടപ്പെടില്ല, ഞങ്ങളും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് നമുക്ക് തരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് വേറെ എന്തെങ്കിലും ധാരാളമായ കാര്യത്തിലാണെങ്കിൽ കൊടുക്കാന്ന് പറയണം. അവർക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ, കൊടുക്കുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞു ആ സ്കൂളിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ നാട്ടുകാരായ ആൾക്കാരൊക്കെ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ആ രാജ്യത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു നാടകത്തിന് ചോദിച്ചിട്ട് കൊടുക്കാത്ത സ്കൂളാണ്, അങ്ങനെയായാൽ ജനങ്ങളുടെ സഹകരണം. അദ്ദേഹം പറഞ്ഞൊക്കെ ശരിക്കും കേട്ടു. അതിനുശേഷം നമ്മുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സ്കൂളിലും മദ്രസയിലൊക്കെ ഗവൺമെന്റിന്റെ പരിപാടിക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, അതുപോലെ ഗ്രാമസഭ ചേരാൻ കൊടുക്കാറുണ്ട്, പലതിനും കൊടുക്കാറുണ്ട്, തെറ്റല്ലാത്ത എല്ലാ കാര്യങ്ങളും കൊടുക്കാറുണ്ട്. പക്ഷേ നാടകം കളിക്കാൻ കൊടുത്തത് ഞങ്ങളെ മതത്തിന് പറ്റാത്തതുകൊണ്ട് നാടകം കളിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കളിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആരും വേറെ ചോദിക്കേണ്ടിയിരുന്നു. ആ
പുരുഷനും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, വളരെ സംതൃപ്തിയുള്ള മറുപടിയാണ്, ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുകയില്ല, അവർക്ക് കൊടുക്കുകയും വേണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് തവക്കുലും അല്ലാഹുവിന്റെ മേൽ തവക്കുലും. നമ്മൾ ഹറാമും ഹലാലും ചിന്തിക്കാതെ ജീവിക്കേണ്ടതില്ല. ആരുടെ മുന്നിലും നമ്മുടെ ദീൻ പറയാൻ വെക്കേണ്ടത് നമ്മൾ നമ്മളുടെ ദീനനുസരിച്ച് ജീവിക്കണം. അപ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഏത് ജനങ്ങളുടെയും ഏത് വ്യക്തികളുടെയും ഹൃദയം ധരിക്കുന്നവൻ അല്ലാഹുവാണ്, സഹായം നൽകുന്നവൻ അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. എവിടെയും അത് നമ്മളെ മനസ്സിലാക്കുക. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു ഒരു ദിവസം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. മൂപ്പർക്ക് ഇങ്ങനെ മലഞ്ചെരുവിലൂടെ താഴ്വരയിലൂടെ ഇങ്ങനെ പോകാൻ. അപ്പോഴത്തെ ഒരു കാക്ക ഒരു 10 ഇങ്ങനെ പോകുന്നു. ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു, ആ കാക്ക അങ്ങനെ വെറുതെ ഒരു 10 കൊത്തിയിട്ട് ഇങ്ങനെ ദൂരെ പറക്കൂല, അവിടെ ഞാൻ അടുത്തുള്ള സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ കാക്ക സാധാരണ ഇത്ര ദൂരം പറക്കേണ്ടില്ല, എന്തോ ഒരു രഹസ്യം ഉണ്ടാവില്ല. പിന്നാലെ അരിക്കുന്നതിനാറുള്ളോ എന്ന് പിന്നാലെ പോയി. സുബ്ഹാനല്ലാഹ്, ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് കയ്യും കാലും ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ നെഞ്ചിലിരുന്നിട്ട് ഈ 10 കഷ്ണം കാക്കയിൽ ഇങ്ങനെ കൊത്തി തൊള്ളയിലിട്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ അതിങ്ങനെ നോക്കിക്കണ്ടു. അതൊക്കെ അദ്ദേഹം കഴിച്ചു കഴിഞ്ഞപ്പോ കാക്കയെന്ന് മറന്നുപോയി. സമീപത്ത് എന്ന് മാലിക് ദീനാർ റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കഥ? അദ്ദേഹം പറഞ്ഞു, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട മനുഷ്യനാണ് ഞാൻ, പക്ഷേ എന്നെ കള്ളന്മാർ പിടികൂടി, എന്റെ വസ്തുക്കളൊക്കെ കട്ടെടുത്തു പോയി, എന്നെ പിടിച്ചു കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടു. 4-5 ദിവസം ഞാൻ പട്ടിണി കിടന്നു. പിന്നെ ഞാൻ എന്റെ റബ്ബിനെ വിളിച്ചു. റബ്ബിനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഓ റബ്ബേ, നിന്റെ ഗ്രന്ഥമായ ഖുർആനിൽ നീ പറഞ്ഞതല്ലേ, പ്രയാസം കുടുങ്ങിയ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവനാണ് എന്ന് നീ പറഞ്ഞതല്ലേ. ഞാൻ ഏറ്റവും പ്രയാസത്തിൽ കുടുങ്ങിയവനാണ് റബ്ബേ, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ. ഞാൻ എന്റെ റബ്ബിനെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്, അത് മുതൽക്ക് എനിക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുതരാൻ ഒരു കാക്കയെ അല്ലാഹുവിനെ സംവിധാനിച്ചു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കെട്ടം കഴിച്ചു. ആ കെട്ട് കഴിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ എന്റെ കെട്ടം കഴിച്ചു. ഞങ്ങൾ ഒന്നായി ഇങ്ങനെ പോവുകയാണ്, വഴിയിലൂടെ പോവുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല. ഞാനിങ്ങനെ നോക്കി, ആ ഇങ്ങനെ നടക്കുമ്പോ താഴ്വരയിൽ ഒരു സ്ഥലം, അവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന തടാകം, ഒരു കുളം പോലുള്ള സ്ഥലം. ഞങ്ങൾ ആ കിണറ്റിന്റെ ആ കുളം പോലുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ഒന്നായിട്ട് അടുത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അതിന്റെ ചുറ്റുഭാഗത്ത് കുറെ മാനുകൾ വന്നു. ഈ മേലെ പൊങ്ങി നിൽക്കുന്ന വെള്ളത്തിൽ മാനുകൾ ഇങ്ങനെ കുടിക്കുകയാണ്. ആ മാനുകൾ ഇങ്ങനെ കുടിക്കുന്നത് കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഞാനെന്ന് പറഞ്ഞുപോയി, അൽഹംദുലില്ലാഹി അത് കുളവും കിണറുമൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലാഹു നമ്മളെ എത്തിച്ചല്ലോ, വെള്ളം കിട്ടിയല്ലോ. ആ വെള്ളം കണ്ടപ്പോൾ ഞാനെന്ന് പറഞ്ഞു, ഞാനെങ്ങനെ ആ കിണറ്റിന്റെ സമീപത്തേക്ക് ഞങ്ങൾ ഒന്നായിട്ടെന്ന് ചെല്ലുമ്പോ എല്ലാ മാനുകളും ഒന്നും ഓടിപ്പോയി. ഞങ്ങൾ കിണറ്റിന്റെ കുളത്തിന്റെ സമീപത്തെത്തുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെ, മേലെ പൊങ്ങി നിൽക്കുന്ന വെള്ളം അതാ ഞങ്ങൾ അടുക്കുന്നതിനനുസരിച്ച് വെള്ളം താഴോട്ട് വറ്റി എന്നിറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, വെള്ളം പിന്നെ നോക്കുമ്പോ കിണറ്റിന്റെ അടിഭാഗത്ത് വളരെ താഴെയാണ് വെള്ളമുള്ളത്. മേലെ നിന്ന് മാനുകൾ കുടിച്ച വെള്ളം വളരെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ സമീപത്തേക്ക് ചെന്നു. ഉടനെ തന്നെ ഞാൻ എന്റെ ബക്കറ്റും കയറും ഉപയോഗിച്ച് കിണറ്റിൽ ഞങ്ങൾ വെള്ളം കോരിയെടുത്തു. അത് കുടിച്ചതിന് ശേഷം ഞാൻ എന്റെ റബ്ബിനോട് ഞാനെന്ന് പറഞ്ഞു, യാ റബ്ബി ഇന്നല്ലാ ലാ യർകഊന വലാ യസ്ജുദൂന ഫസഖൈതഹും അലാ വജ്ഹിൽ അർളി വനഹ്നു മുഹ്തജിനാ ഇലാ മിഅതി ദിറാ. എന്റെ റബ്ബേ,
ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, ഞങ്ങൾ സുജൂദ് ചെയ്യുന്ന ജനങ്ങളല്ലേ, റുകൂഅ് ചെയ്യുന്ന ജനങ്ങളല്ലേ? ഈ മനുഷ്യരായ ഞങ്ങൾ ഇവിടെ വന്നപ്പോ 100 മുഴത്തോളം നീ വെള്ളം താഴേക്ക് കൊണ്ടുപോയിട്ട് കിണറ്റിൽ ബക്കറ്റും കയറിട്ട് അത് കോരിയിരിക്കേണ്ടി വന്നല്ലോ റബ്ബേ. അതേ സമയത്ത് സുജൂദും റുകൂഅും ചെയ്യാത്ത ഈ മാനികൾ അവർക്ക് നീ മേലെ തന്നെ വെള്ളം കൊടുത്തല്ലോ റബ്ബേ. അപ്പോഴല്ലേ ഞാൻ മറുഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആരാണ് പറയുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. മാനുകൾ അതിന് വെള്ളം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ കയറുണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിൽ ബക്കറ്റുണ്ടല്ലോ, അങ്ങനത്തെ ചിന്തയൊന്നും ആ മാനുകളെ മനസ്സിലൊരിക്കലും വന്നിട്ടില്ല. മാനിന്റെ മനസ്സിലുള്ളത് ഞങ്ങളെ തളച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ഞങ്ങൾക്ക് വെള്ളം തരുമല്ലോ. ഭൂമിയിലുള്ള മുഴുവൻ ജീവികൾക്കും ഭക്ഷണം നൽകുമെന്നത്, വെള്ളം നൽകുമെന്നത് അള്ളയെ തൊട്ട കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ മാനുകൾ ഒരിക്കലും തന്നെ നാളെ എവിടെ നിന്നാണ് ഭക്ഷണമെന്ന വിഷയത്തിൽ ടെൻഷനായിട്ടില്ല, നാളെ എവിടെ നിന്നാണ് വെള്ളമെന്ന കാര്യത്തിൽ ബേജാറായിട്ടില്ല. ആ മാനുകൾക്ക് ഒരിക്കലും തന്നെ മനസ്സിന് ടെൻഷനില്ല. ആ മാനുകൾ പരിപൂർണമായി റബ്ബിൽ തവക്കുലാക്കിയിട്ട് റബ്ബേ നീ വെള്ളം ഞങ്ങൾക്ക് തരുമല്ലോ, നീ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുമല്ലോ. ആ ചിന്തയിൽ അവർ പൂർണ്ണമായി എന്നിലേക്ക് തവക്കുലാക്കിയ ജീവികളാണ് മാനുകൾ. അതിന് ഞാൻ എളുപ്പത്തിൽ ഭക്ഷണം കൊടുത്തു മാനിക്കുന്നതിനാറേ. അതേ സമയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ബക്കറ്റില്ലേ, നിങ്ങളുടെ കയ്യിൽ കയറില്ലേ, അതുകൊണ്ട് വെള്ളം നിങ്ങൾക്ക് നേടിയെടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നലില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളം അങ്ങനെ തന്നു. ആ മാനുകൾക്കെല്ലാവരെയും കൊടുത്തു. കൊടുക്കുന്നവൻ ഞാൻ തന്നെയാണ്. മാലിക്കുൽ ദീനാറേ, ബഹുമാനപ്പെട്ട മാലിക്കുൽ ദീനാറിന് മറുഭാഗത്തിലേക്ക് ശബ്ദം കേൾക്കുകയാണ്. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ ഹിക്മത്ത് കൊണ്ട് ഞാൻ അതിന് നേടും, എന്റെ അധികാരം കൊണ്ട് ഞാനങ്ങ് തിരിക്കും, എന്റെ പണം കൊണ്ട് ഞാനിങ്ങ് നേടിയെടുക്കും, എന്റെ സ്വാധീനം കൊണ്ട് ഞാൻ അവനെ പാഠം പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരു ധാരണയിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും തോന്നിപ്പോകണ്ട. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയാലോ അവനൊരിക്കലും നമ്മെ പാഴാക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അഫ്വാനിൽ മുസ്ലിം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് തിരിച്ചുവിട്ടു. ഇനി നിനക്കിവിടെ ഭക്ഷണമില്ല, ജോലിയില്ല, പിന്നോ രാജാവ് തിരിച്ചുവിട്ടതോ മഹാനായ അഫ്വാനിൽ മുസ്ലിം ഓതി. എന്താണ് ഓതിയത്? നിങ്ങൾക്ക് അതാ ആകാശത്തിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് ആകാശത്തിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതൊക്കെയും ഉണ്ട് എന്ന് പറയുന്ന ആയത്തിൽ ഓതിയിട്ട്, ഓ രാജാവേ, ദുനിയാവിലെ ഭക്ഷണമല്ലേ നിങ്ങൾക്ക് മുടക്കാൻ കഴിയൂ, ആകാശത്തിലുള്ളത് മുടക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ എന്ന് പറഞ്ഞ് തവക്കുലാക്കി ഇറങ്ങിപ്പോയ മഹാനായ വീട്ടിലെത്തുമ്പോഴേക്ക് പട്ടിണി കിടക്കുന്ന മക്കളുണ്ട്, ധാരാളം കുടുംബങ്ങളുണ്ട്. ഒരു വേവലാതിയും മനസ്സിലില്ല. ഞാൻ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയവൻ, എനിക്ക് വേണ്ടത് എന്റെ റബ്ബ് തരുമെന്ന് ഉറപ്പിച്ച മഹാനായ മുസ്ലിം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് വാതിലിൽ വന്നൊരാൾ മുട്ടുന്നു, വാതിൽ തുറക്കുന്നു. 1 മാസത്തിലുള്ള ശമ്പളത്തിന്റെ തുക മഹാനായ മുസ്ലിം കയ്യിൽ വെച്ചുകൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു, എല്ലാ മാസത്തിലും ഈ തുക നിങ്ങൾക്ക് ഞാനും എത്തിക്കും കേട്ടോ, നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ മേലായിരിക്കണം നമ്മുടെ തവക്കുൽ. നമ്മൾ ജോലിയെടുക്കണം, ചെറുപ്പക്കാരെ, ജോലിയെടുക്കണം, കാരണങ്ങളുമായി ബന്ധപ്പെടണം. പക്ഷേ കാരണം കൊണ്ട് കാര്യം നേടാൻ കഴിയുമെന്ന് തോന്നിപ്പോകരുത്. രോഗം വന്നാൽ ചികിത്സിക്കണം, മരുന്ന് കുടിക്കണം, രോഗം വന്നാൽ മരുന്ന് കുടിക്കണം, ചികിത്സിക്കണം, ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ചെയ്യണം, സൂചി വേണ്ടി വന്നാൽ സൂചി വെക്കണം, ടെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ടെസ്റ്റ് ചെയ്യണം. പക്ഷേ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ വേണം, ഒരു ടെസ്റ്റ് കൊണ്ടും ഒരു ചികിത്സ
കൊണ്ടും ഒരു ഡോക്ടറെ കൊണ്ടും ഒരു മുസ്ലിയാരെ കൊണ്ടും ഒരു തങ്ങളെ കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ടും ഒരു വലിയനെ കൊണ്ടും ഒരു നബിയെ കൊണ്ടും ഒരു മലക്കിനെ കൊണ്ടും ഒരു യന്ത്രം കൊണ്ടും ഒരു തന്ത്രം കൊണ്ടും ഒരു മന്ത്രം കൊണ്ടും ഒരു കാര്യം കൊണ്ടും അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ അവൻ നടപ്പാക്കുന്നതല്ലാതെ അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കും നേടിയെടുക്കാൻ സാധ്യമല്ല. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്. ഒരിക്കലും മരണം സംഭവിക്കാത്ത, എപ്പോഴും ഹയാത്തിൽ തന്നെ നിൽക്കുന്ന റബ്ബിന്റെ മേൽ നിങ്ങൾ സർവസ്വവും ഏൽപ്പിക്കുകയും. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, മുഅ്മിനീങ്ങളെ രക്ഷണം അവരുടെ റബ്ബിന്റെ മേൽ അവരെ ഏൽപ്പിക്കുന്നവരാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചോദിച്ചില്ലേ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ എന്ന് പറഞ്ഞിട്ട് സത്യവിശ്വാസികളുടെ ലക്ഷണം എന്ന് പറയുന്നത് ഫഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ റബ്ബിന്റെ മേൽ പരിപൂർണ്ണമായി ഏൽപ്പിക്കുന്നവരാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അല്ലാഹുവിന്റെ മേൽ ശരിക്കൊരു മനുഷ്യനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഹസ്ബുഹു, അവനെ അല്ലാഹു മതിയാക്കുന്നവനാണ്. ചെറുപ്പക്കാരെ, കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ ഭാവി ജീവിതം എന്ത് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ സ്ത്രീധനം ചോദിക്കേണ്ടവരല്ല, സ്ത്രീധനം വാങ്ങേണ്ടവരല്ല, സ്ത്രീധനത്തിന് പേയേണ്ടവരല്ല. മറിച്ച് എന്റെ ജീവിതം നയിക്കുന്നത് അല്ലാഹുവാണെന്ന് ഉറപ്പിക്കണം. എന്നിട്ട് അന്തസ്സോടെ അഭിമാനത്തോടെ സ്ത്രീധനം ചോദിക്കാതെ വിവാഹം കഴിക്കണം. അഭിമാനത്തോടെ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിക്കണം. പാവപ്പെട്ട ധാരാളം പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ പ്രയാസം നേരിടുന്നു. കാരണം ചോദിക്കുന്നത് കൊടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങൾ യാചിക്കേണ്ടി വരുന്നു. അതിന്റെ പേരിൽ തലകുനിച്ച് നടക്കുന്നു. അതിന്റെ പേരിൽ മുസ്ലിം സഹോദരന്മാര് പെൺകുട്ടികൾ ധാരാളം വഴിയാടാകാൻ പോകുന്നു. പലപ്പോഴും പലരുടെയും പിന്നാലെ ഇറങ്ങിപ്പോകാൻ കാരണമാകുന്നു. അല്ലാത്ത സാമൂഹ്യമായ ഒരു പ്രശ്നം തന്നെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ സഹോദരന്മാരെ, നമ്മൾ പരമാവധി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നന്മയിൽ പങ്കാളികളാകാൻ കഴിയുമോ പങ്കാളിയാകണം. സ്ത്രീധനം വാങ്ങൽ ഹറാമ്, കൊടുക്കൽ ഹറാമ് എന്നൊന്നും പത്ത് കൊടുക്കാൻ ആരും പോകണ്ട. അതേസമയം നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ഒരു കാര്യം ഹറാമാണെന്ന് പറയണോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയണോ, അതിന് വ്യക്തമായ തെളിവ് വേണം. അതിന്റെ പുറമെ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്ന് അവൾ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ധനവും സ്ത്രീയുടെ ധനമാണ്. പൊരുത്തപ്പെടാതെ വല്ലവരും പിടിച്ചു പറിച്ചു വാങ്ങിയാലോ, അല്ലെങ്കിൽ ഹയാൽ കൊണ്ട് വാങ്ങിയാലോ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വാങ്ങിയാലോ അതും സ്ത്രീധനമാണ്. പൊരുത്തപ്പെട്ടൊരു മനുഷ്യനൊരാൾക്കൊരു വസ്തു കൊടുത്താൽ അത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. അതേസമയം ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചു, അതുപോലെ തന്നെ വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടും മനസ്സിന് സംതൃപ്തി ഇല്ലാതെ കിട്ടുന്ന സ്വത്ത് അതിനെപ്പോഴെങ്കിലും ബറക്കത്തുണ്ടോ, സന്തോഷമുണ്ടോ? അതിനാൽ ചെറുപ്പക്കാരെ, സ്ത്രീധനം അത് വാങ്ങിയിട്ടേ വിവാഹം കഴിക്കൂ എന്നൊരു ചിന്ത നമുക്കുണ്ടാകരുത്. നമുക്ക് തരുന്നവനല്ല, തടയുന്നവനല്ല. ഈ ചിന്തയിൽ വിവാഹത്തിന് മുതിരണം. നേരത്തെ ഇവിടെ മർക്കസ് സഖാഫത്ത് സുന്നയുടെ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് ജില്ലയിലെ നേതാക്കന്മാർ വന്നപ്പോ വാഹാത്തങ്ങളിൽ അതിന് നേതൃത്വം കൊടുത്ത് ഇവിടെ സമാപിച്ചു. തങ്ങളവരുകൾ യതീമക്കൾക്കും പാവപ്പെട്ട കുട്ടികൾക്കും മറ്റും വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് കൊടുത്ത കവർ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള കവർ ഇവിടെ നിന്ന് സ്വീകരിച്ചു. ഞാൻ പറയുമ്പോഴേക്ക് ഓർമ്മ വന്നു, പാഹാത്തങ്ങളെ പറ്റിയല്ലോ ഉസ്താദുകൾക്ക് സഹീഹുൽ ബുഖാരി പരിസരത്തുന്ന സദസ്സ് 10-800ഓളം വലിയ വലിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഇതിന് ദർസ് കേൾക്കുന്ന സദസ്സ്. അതാണ് മർക്കസിലെ സഹീഹുൽ ബുഖാരിയുടെ ക്ലാസ്. 10, 600, 700, 800, 5-10 കൊല്ലം കിതാബുകൾ ഓതിപ്പടിച്ച കുട്ടികൾ ഇരുന്നിട്ട് ഉസ്താദുകൾ സഹീഹുൽ ബുഖാരി അവർക്ക് ഒന്നായിട്ട് ദർസ് നടത്തും, വൈകി വെച്ച് ദർസ് നടത്തും.
അതിലും ബീഹാറിലുള്ള കുട്ടികളുണ്ടാവും, യു പിയിലുള്ള കുട്ടികളുണ്ടാവും, കാശ്മീരിലുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ തമിഴ്നാട്ടിലെ കുട്ടികളുണ്ടാവും, കർണാടകയിലെ കുട്ടികളുണ്ടാവും. അങ്ങനെ പല ഭാഷകളും പല നാട്ടുകാരും ഉണ്ടാവും. മലയാളികളായ കുട്ടികളും ധാരാളം ഉണ്ടാവും. ബസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒറ്റ ചോദ്യം, ആരാണ് സ്ത്രീധനം വാങ്ങാതെ ഞാൻ നിക്കാഹ് നടത്തും എന്ന് എന്റെ കൈ വിട്ടിട്ടു, ഇപ്പോ എന്റെ കൈ വിട്ടിട്ടു തയ്യാറില്ല? ഒരൊറ്റ ചോദ്യം. വാഹനങ്ങൾ എഴുതേറ്റോട് ഞാൻ ഒരു കൈ വിട്ടു. സ്ഥലത്ത് തങ്ങൾക്ക് പോകുന്നു. ഇപ്പൊ തങ്ങൾക്ക് ജയിക്കുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു ലക്ഷ്യമില്ല. ഞാൻ പറഞ്ഞത് അല്ലാഹുവിനെ കൊടുക്കുന്നവൻ അള്ളയെ തടയുന്നവൻ ഓർപ്പിക്കണം. അത് ഉറപ്പിച്ചൊരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങിയ ഒരഭിമാനം ഒരു സ്ഥലത്തും പണയം വെക്കേണ്ടി വരില്ല. അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുക. അല്ലാഹുവിന്റെ മേൽ ഒരാൾ ഏൽപ്പിച്ചാൽ അവൻ അല്ലാഹു മതി. ബഹുമാനപ്പെട്ട ശൈഖുൽ അക്കാദമിയുടെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഉസ്താദിന്റെ കൂടെ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വയറ് പറയുന്നത് ഞാൻ മർക്കസ് സ്ഥാപിച്ചു വയറ് പറയാൻ പോകുന്നതിന് മുമ്പ്, മർക്കസ് സ്ഥാപിച്ചതിനെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എത്രയോ കൊല്ലം വയറ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മർക്കസിൽ പഠിക്കാൻ പോകും. ഉസ്താദുകൾ കല്ലിക്കട്ടിയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പ്രസംഗിച്ചു, ഈ ഉസ്താദിന്റെ പ്രസംഗമൊക്കെ കേട്ടു. ശേഷം ഉസ്താദ് പ്രസംഗിച്ചു. പോകുന്ന സമയത്ത് ഈ മർക്കസിലേക്ക് വന്നോട് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. അതുകൊണ്ട് അന്ന് ഞാൻ ഇതിന്റെ കുപ്പായം ഫുള്ളായിട്ട് ബട്ടന് താഴോളം തുറന്നിരുന്ന കുപ്പായമായിട്ട് വന്നതാണ്. എന്നോട് പറഞ്ഞു, ഈ കുപ്പായം മാറ്റിയിട്ട് ഈ മുസ്ലിംമാരുടെ സൈസ് കുപ്പായമാണോ? അപ്പൊ അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് അന്നത്തെ ദിവസം ഞാൻ ഇട്ട കുപ്പായവും അങ്ങനത്തെ ഒരു കുപ്പായം ഞാൻ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ചാണ്. സാധാരണ നിങ്ങൾ ഇങ്ങനെയല്ല നീതിയോട് ഇരിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ മർക്കസ് സംസ്ഥിതി പഠിക്കാൻ വേണ്ടി മർക്കസിൽ പോയി ഉസ്താദിനെ കണ്ടിട്ട് സ്വകാര്യത്തിൽ ഉപദേശിച്ചു. വയറ് പറഞ്ഞിട്ട് വരുമ്പോ പല നാട്ടുകാരും ഹദിയയായിട്ട് ഉൾപ്പെടുന്ന ഒരു സംഖ്യതയുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ അത് എണ്ണി നോക്കാൻ പാടില്ല. എത്ര പറ്റി എണ്ണി നോക്കാൻ പാടില്ല. ഞാൻ ഒരിക്കലും എണ്ണി നോക്കാറില്ല. നീ എണ്ണി നോക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു അതിന്റെ കാരണം അതെങ്കിലും നിനക്ക് കൊടുക്കേണ്ട ആവശ്യത്തിന് എണ്ണുന്ന സമയത്ത് കൂട്ടത്തിൽ എണ്ണി പോകാനല്ലാതെ എത്ര കിട്ടി നോക്കാൻ വേണ്ടി എണ്ണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കാറില്ല. എന്താ കാരണം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ സംഖ്യ കുറവാണെങ്കിൽ പിന്നെ ഒരു സമയത്ത് അവർ വിളിച്ചാൽ അവിടെ പോകാൻ ചിലപ്പോൾ സമയമാവില്ല. കൂടുതൽ കിട്ടുന്ന സമയത്ത് സ്ഥലത്ത് പോകാൻ താല്പര്യമാവും. പിന്നെ വയലിൽ പൈസയ്ക്ക് വേണ്ടിയുള്ള വേലാണ്. അത് ഒരിക്കലും ജീവന് വേണ്ടിയുള്ള വേലല്ല, ആക്രത്തിന് വേണ്ടിയുള്ള വേലല്ല. എന്നെ വിളിച്ചുപദേശിച്ചു. എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഒരു പ്രശ്നവും റബ്ബിന്റെ അടുക്കൽ ഒരാൾക്കും സംഭവിക്കുകയില്ല. റബ്ബിന്റെ മേൽ തവക്കുലാക്കണം. ومن يتوكل على الله فهو حسبه ومن يتوكل على الله فهو حسبه അല്ലാഹുവിന്റെ മേൽ വല്ലവനും ബലമേൽപ്പിച്ചാൽ فهو حسبه അല്ലാഹു അവനെ മതിയാക്കുന്നവൻ തന്നെ. പ്രത്യേകിച്ച് ഉസ്താദുമാർ നൽകുന്ന ഉപദേശങ്ങൾ, അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ, ആത്മം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ നൽകുന്ന ഉപദേശങ്ങൾ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നത് മനുഷ്യന് പരാജയം സംഭവിക്കില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ നൽകുന്ന ഉപദേശങ്ങൾ, അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവന് പ്രയാസങ്ങൾ സംഭവിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിന്റെ മേൽ തവക്കുലാക്കി നമ്മുടെ ജീവിതം നയിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. കൂടുതലായി ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഓ സഹോദരന്മാരെ, മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മഹാൻ ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ധാരാളം സന്താനങ്ങളുണ്ട്, ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. ഒരു ദിവസം 5 വയസ്സിൽ കയ്യിലില്ല, ഒരു സംഗതിയും കയ്യിലില്ല. അങ്ങനെ ഇരുന്ന് മക്കളെ കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോ അവരെന്തോ ഒരു കാരണത്താൽ ഹജ്ജിനെ കുറിച്ച് എങ്ങനെ സംസാരിച്ചു. ഹജ്ജിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹാക്കിമിന്റെ സമ്മതങ്ങൾക്ക് ഹജ്ജിന് പോകണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമെന്ന് വന്നു. അദ്ദേഹം അവിടെ നിന്ന് സംസാരത്തിൽ ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹം കണ്ടിരങ്ങ് നിറഞ്ഞപ്പോ സന്താനങ്ങളും കുടുംബങ്ങളും അടങ്ങുന്ന സ്ഥലത്ത് കയറി ചെന്നിട്ട് പറഞ്ഞിട്ട്, ഓ കുടുംബങ്ങളെ, എനിക്ക് ഹജ്ജ്
ഹജ്ജിന് പോകണമെന്ന് വലിയൊരു വല്ലാത്തൊരു താല്പര്യമുണ്ട്. ഞാൻ പോകുന്നതിന് നിങ്ങളൊന്ന് സമ്മതം തരുമോ? ഭാര്യയും കുട്ടികളുമൊക്കെ പറഞ്ഞു, ഇവിടെ ഒരു നയാകാശം ഗതിയില്ലാത്ത ഈ സമയത്ത് നിങ്ങൾ ഹജ്ജിന് പോകുന്നത് എങ്ങനെ ഞങ്ങൾ സമ്മതം തരും? ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ വല്ലാത്ത വിഷമം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വാപ്പ ഹജ്ജിന് പോകുമ്പോൾ അതിന് സമ്മതം കൊടുക്കാതിരിക്കുന്നത്? ഒരിക്കലും നിന്റെ ബാപ്പ നമുക്ക് ഭക്ഷണം തരുന്ന ആളല്ല. വലൈസത് റസാഖിൻ, ബാപ്പ നമുക്ക് ഭക്ഷണം തരുന്ന ആളല്ല. ബാപ്പ ഭക്ഷണം കൈമാറുന്ന ആളാണ്. അല്ലാഹുവിന്റെ ഭക്ഷണം നമുക്ക് കൈമാറുന്ന ആളാണ് നമ്മുടെ ബാപ്പ. ഒരിക്കലും തന്നെ ഭക്ഷണം തരുന്ന ആളല്ല. ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്. ഈ ചെറിയ കുട്ടി പറയാണ്, അതുകൊണ്ട് ബാപ്പയ്ക്ക് ഹജ്ജിന് പോകണമെന്നുണ്ടോ? ബാപ്പാനെ വിട്ടുകൊടുക്കൂ, ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വരട്ടെ. ഇതന്നെ പറഞ്ഞപ്പോ മറ്റുള്ള മക്കളും അതുപോലെ ഭാര്യയും മുടക്കം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞങ്ങളും അത് അംഗീകരിച്ചു. നിങ്ങൾ നിങ്ങളെ വാർത്തയ്ക്ക് ഹജ്ജിന് പോയിക്കോളൂ. ആ സമ്മതങ്ങൾക്ക് സമ്മതം കിട്ടി. വാഹനങ്ങൾ പുറപ്പെട്ടു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവരെ കയ്യിലൊന്നുമില്ല. ബഹുമാനപ്പെട്ടവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പോ നാട്ടിന്റെ 4 ഭാഗത്തും വീട്ടിന്റെ 4 ഭാഗത്തുമുള്ള ജനങ്ങൾ ഇറങ്ങി വന്നു. ഈ കുടുംബം പട്ടിണിയാകുമെന്ന് കണ്ട് ഓരോരുത്തരും ആക്ഷേപിക്കുകയാണ്. എന്തിന് നിങ്ങൾ പറഞ്ഞേറ്റു? എന്തിന് പോകാൻ സമ്മതിച്ചു? ഓരോരുത്തരും ആക്ഷേപം പറയുകയാണ്. അപ്പൊ പിന്നെന്തായി? കുടുംബത്തിലെ ആളുകൾ ചെറിയ കുടുംബത്തെ കൊടുത്തിട്ട് നീ പറഞ്ഞതുകൊണ്ടാ നമ്മൾ സമ്മതം കൊടുത്തു വരുന്നുണ്ട്. ഈ കുട്ടിയെയും മറ്റുള്ളവരൊക്കെ കൂടിക്കാക്കാതെ ഇതാളുടെ മനുഷ്യന്മാരെ ആരെങ്ങനെയാണ് എല്ലാവരും മനുഷ്യരെ തലയിൽ പറഞ്ഞു. എന്നിട്ട് ചെറിയ പ്രയാസം വരുമ്പോ എല്ലാവരും വിളിച്ചു പറഞ്ഞു. സഹിക്കാൻ പറ്റില്ല മനുഷ്യന്മാരുടെ ഒരാഴ്ച സഹിക്കാൻ പറ്റില്ല. സുഖിച്ച് ജീവിച്ചാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഈമാൻ പറയുമ്പോണ്ടാകുന്ന സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടി മേൽപോട്ടേക്ക് കൈയുയർത്തിയിട്ടൊരൊറ്റ ദുആ, ഇലാഹി വസയ്യിദി വമൗലായ, എന്റെ ഇലാഹായ, എന്റെ യജമാനനായ, എന്റെ സംരക്ഷകനായ അല്ലാഹ്, നീ നിന്റെ ജനങ്ങൾക്ക് ധാരാളം കൊടുക്കുന്നവൻ, ഒരിക്കലും നീ നിന്റെ ജനങ്ങളെ പാഴാക്കാത്തവൻ. എനിക്കിരുന്നുകൊണ്ട് പറയാനുള്ളത്, ഞാനിവിടെ മുന്നിലിതാ കുറവാകുന്നു, എന്നെ പാഴാക്കരുത് അല്ലാഹ്. ഈ ചെറിയ കുട്ടിയുടെ ദ്വാ, ഈമാനോടെ ഉറപ്പോടുകൂടി ഉറച്ച ദ്വാ, ആ ദ്വാ കഴിഞ്ഞൊരൽപ്പം ഇരിക്കുമ്പോഴതാ ആ രാജ്യത്തെ രാജാവ് അതിലൂടെ വേട്ടയാടാൻ വേണ്ടി അതിന്റെ സമീപത്തുകൂടി കറങ്ങുകയാണ്. കറങ്ങുന്നതിനിടയിൽ, മലഞ്ഞെരിവിലൂടെ വേട്ടയാടുന്നതിനിടയിൽ സൈന്യങ്ങളുമായി രാജാവും മന്ത്രിയും വിട്ടുപോയി. രാജാവിന്റെ കൂടെ തുച്ഛമാളുകൾ മാത്രമേ ഉള്ളൂ. സൈന്യം വേറെ, രാജാവിന്റെ മന്ത്രിയും വേറെ. സുബ്ഹാനല്ലാഹ്, കയ്യിലൊന്നുമില്ല. രാജാവ് കൈവരഞ്ഞവർ ഒഴിപ്പോയി. കുടിക്കാൻ വെള്ളം പോലുമില്ല. രാജാവ് ഇങ്ങനെ നടന്നു വരുന്നു. ഹാത്തമുൽ അസ്വദിന്റെ വീട് ശത്രുവിൽപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്വദ് ദുനിയാവിനെ പ്രാപിക്കാതെ, ദുനിയാവിനെ സ്നേഹിക്കാതെ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി വീട്ടിന്റെ സമീപത്തവർ ചെന്നു. രാജാവ് ചെന്നിട്ട് അവിടുന്ന് അതാ ഒരാളെ പറഞ്ഞേക്കുന്നു. അദ്ദേഹം വീട്ടിന്റെ സമീപത്ത് എന്ന് വിളിച്ചു വരികയാണ്. എന്താ വിളിച്ചു പറയുന്നത്? അല്ലമീറും ഇതാ രാജ്യത്തിന്റെ നേതാവ് വെള്ളം കിട്ടാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കാൻ വന്നതാണ്. നിങ്ങളെപ്പം വെള്ളം തരുമോ? ന്റെ ഭാര്യ അവിടുന്ന് നല്ലേ തല ഉയർത്തി മഹതി പറഞ്ഞു,
നിന്റെ തീരുമാനം, നിന്റെ വരണം, നീ പരിശുദ്ധൻ തന്നെ. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കിട്ടാതെ വിശന്നവർ, പട്ടിണി കിടന്നവർ, ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരി ഞങ്ങളുടെ വീട്ടിന്റെ സമീപത്ത് നിന്ന് വെള്ളം ചോദിക്കുന്നു. മഹദി എന്ത് ചെയ്തു? ഒരു പാത്രം ഇങ്ങെടുത്തു, ഒരൽപ്പം വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചു. ആ വെള്ളം കൊണ്ട് പാത്രം നിറച്ചതിന് ശേഷം ഈ വന്നാവശ്യപ്പെട്ട ഈ ഭരണാധികാരിയുടെ അടിമതി ആ പാത്രം അങ്ങ് നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, വെള്ളമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കൈവശത്തിലില്ല. ഞങ്ങളുടെ കഥ ഇതാണ്, ഇന്നലെ ഞങ്ങൾ പട്ടിണിയാണ്. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹത്തിന് ആവശ്യം വെള്ളമാണ്. അമീറിന് വെള്ളം കിട്ടി, നന്നായി മുപ്പരകൾ കുടിച്ചു. കുടിച്ചതിന് ശേഷം ഭരണാധികാരി ഇതാരുടേതാണ് പറഞ്ഞു, ഇത് ഹാക്കമുള്ള സംഭവത്തിന്റെ വീടാണ്. ഇതൊരിക്കലും തന്നെ ഒരു പണക്കാരന്റെ വീടല്ല, ഇതൊരിക്കലും തന്നെ ഭരണാധികാരിയുടെ വീടല്ല. ഹാക്കമുള്ള സംഘം പേരിൽ അറിയപ്പെട്ട ഒരു മഹാന്റെ വീട്, ബഹുമാനപ്പെട്ട ഒരു മഹാന്റെ വീട്. ഈ രാജാവ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് മന്ത്രി ഉണർത്തുന്നത്, ഇന്നലെ ഈ വീട് പട്ടിണിയാണ്, ഇന്ന് നമുക്കവർക്ക് വെള്ളം തരാനുള്ള ഭാഗ്യം ലഭിച്ചതാണ്. രാജാവ് ഉടനെത്തുന്നത് കേട്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ശരീരത്തിൽ അണിഞ്ഞ വലിയൊരു ബെൽറ്റുണ്ട്, ആ ബെൽറ്റിങ്ങോട്ട് അഴിച്ചെടുത്തു, വീട്ടിലേക്ക് കൊടുത്തു. കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള ബെൽറ്റും നിങ്ങൾ ആ വീട്ടിലേക്ക് എറിയുക. മുഴുവനും എറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിപ്പോൾ യാത്ര പോവുകയാണ്. ആ ബെൽറ്റ് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി വാങ്ങാൻ ആളുകൾ വരുമ്പോൾ നിങ്ങൾ നല്ല വിലക്ക് വിളിച്ചോളൂ, ഇപ്പോൾ അവരുടെ സൂക്ഷിച്ചോളൂ. അതും പറഞ്ഞ് ഭരണാധികാരി തിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, പിറ്റേ ദിവസമാകുന്നതിന് മുമ്പ് ഭരണാധികാരിയുടെ വകയിൽ ഒരു മനുഷ്യൻ വന്നു. നിങ്ങളുടെ ബെൽറ്റുകൾ, ഇന്നലെ നിങ്ങൾക്ക് ലഭിച്ച ബെൽറ്റുകൾ നിങ്ങൾ അതിൽ വിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് പറഞ്ഞു. വലിയ സംഖ്യ കടഞ്ഞെടുത്തു. സുബ്ഹാനല്ലാഹ്, ധാരാളം പണം കയ്യിലെത്തി. അപ്പോഴാണ് ചെറിയ പെൺകുട്ടി ഒറ്റ കരച്ചിലാണ്. നേരത്തെ അല്ലാഹുവല്ലേ നമുക്ക് ഭക്ഷണം തരുന്നത്, ബാപ്പ കൈമാറുന്നവനല്ലേ എന്ന് ചോദിച്ച കുട്ടി ഒരൊറ്റ കരച്ചിലാണ്. അവർ ചോദിച്ചു, നീ എന്തിന് കരയണം? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? അപ്പോഴാണ് ആ കുട്ടിയുടെ മറുപടി, ഉമ്മ كيف بكنا البارحة جياعا فنظر إلينا مخلوق نظرة واحدة فأغنانا بعد فقرنا فالكريم الخالق إذا نظر إلينا لا يدعنا إلى أحد طرفة عين. اللهم انظر إلى أبينا وذكره بأحسن التدبير. ഈ കുട്ടി കയ്യെടുത്താണ്, ഞാൻ കരഞ്ഞതിന്റെയാണ്. ഇന്നലെ പട്ടിണി കിടന്നവരുടെ നമ്മളിലേക്ക് രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി നമ്മളിലേക്കൊരു നോട്ടം നോക്കിയിട്ടു ഒന്നും കയ്യിലില്ലാത്ത നമ്മളെ വലിയ ഐശ്വര്യക്കാരാക്കാൻ ആ രാജാവ് കഴിഞ്ഞില്ലേ? അദ്ദേഹം നമുക്ക് ധാരാളം തന്നില്ലേ? എന്നാൽ ആ രാജാവിനെ പടച്ചറപ്പ്, ആകാശഭൂമികൾ പടച്ചറപ്പ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും പടച്ചറപ്പ്, സസ്യങ്ങളെയും മത്സ്യങ്ങളെയും പടച്ചറപ്പ്, ഉറുമ്പിനും ആനക്കും ഭക്ഷണം കൊടുക്കുന്ന റബ്ബ്, ലോകത്തുള്ള മുഴുവനും കൊച്ചു വളർത്തുന്ന റബ്ബ്, ആ റബ്ബ് നമ്മിലേക്കൊന്ന് റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ അവൻ മറ്റൊരാളെയും നമ്മളെ ഏൽപ്പിക്കേണ്ടതില്ലല്ലോ. അവന് തരാൻ അവന്റെ ഖജനാവിലില്ലേ? എന്റെ ബാപ്പ കയ്യൊന്നുമില്ലാതെ പോയവരല്ല റബ്ബേ, എന്റെ ബാപ്പയിലേക്കും നിന്റെ നോട്ടമൊന്നു നോക്കണേ അല്ലാ. നിന്റെ വീട്ടിലേക്ക് വെച്ച് ഹജ്ജിന് വരാൻ, നിന്റെ വീട്ടിനടുക്കലെത്താൻ അതുകൊണ്ടാശിച്ച് മക്കളോടും ഭാര്യയോടും സമ്മതം ചോദിച്ചിറങ്ങിയ എന്റെ ബാപ്പയ്ക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം. കുട്ടി ഉറക്ക പോയി മാനവരെ കയ്യിൽ
കയ്യിലൊന്നുമില്ലല്ലോ. ബഹുമാനപ്പെട്ടവർ പോയി ഇഹ്റാം കെട്ടിപ്പോയി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ രാജ്യത്ത് നിന്ന് ഹജ്ജിന് പോകുന്നവരുടെ കൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ യാത്രാ സംഘത്തിന്റെ നേതാവിനൊരു രോഗം. സുബ്ഹാനല്ലാഹ്, വൈദ്യന്മാരെതിരെ കുറെ അന്വേഷിച്ചു. യാത്രാ സംഘത്തുമായി പോകുന്ന ഒരു വൈദ്യരെയും കാണുന്നില്ല, ഒരു വൈദ്യരെയും കാണുന്നില്ല. നമ്മുടെ SYS-ന്റെ ഹജ്ജിന് വേണ്ടി കേരളത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാറുണ്ട്. 700 ആളുകളെ നമുക്ക് കൊണ്ടുപോകാൻ സൗദി ഗവൺമെന്റിന് ഇന്ത്യ രാജ്യത്തിന് പറഞ്ഞിട്ടുണ്ട്. 700 ആളുകളെ കൊണ്ടുപോകാൻ നമ്മൾ ഡോക്ടർമാരെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. ആർക്കെങ്കിലും വല്ല രോഗവുമായ അവരെ പരിരക്ഷിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ ഡോക്ടർ വേണം. കാരണങ്ങളുമായി ബന്ധപ്പെടാൻ അവ നിർമ്മിച്ചതാണ്. കൊടുക്കുന്നവരും കരയുന്നവരും നല്ലയാണെന്ന് ഉറപ്പിക്കുകയും വേണം. ഇരിക്കട്ടെ, ഇതുപോലെ ആ സംഘത്തിൽ ഡോക്ടർമാരൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അവിടെ വെച്ചവർ ചോദിച്ചു, ഏതെങ്കിലും ദുആക്കുത്തരം കിട്ടുന്ന മനുഷ്യരുണ്ടോ? ദുആക്കുത്തരം കിട്ടുന്ന മനുഷ്യരുണ്ട് ഹജ്ജിനും സാധിക്കും. അപ്പോൾ യാത്രാസംഘത്തിൽ ആളുകൾ ആറ്റമുള്ള രസമുണ്ട്. അല്ലാഹുവിന്റെ മേൽ വല്ലാതെ തവക്കുലാക്കിയ വ്യക്തിയാണ്. ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ടവരെ സമീപത്തിൽ വന്നു. ബഹുമാനപ്പെട്ടവരോട് സംഗതി പറഞ്ഞു. മഹാനവர்கள் ഉടനെ തന്നെ ഒരൊറ്റ ദുആ, അപ്പോൾ തന്നെ രോഗമൊന്നും മാറിപ്പോയി. ആ അമീറായ മനുഷ്യൻ ഹജ്ജിന് വേണ്ടി യാത്ര പോകാൻ ആവശ്യമായ വാഹനം, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനെയുള്ള ഭക്ഷണം മുഴുവനും നേതാവ് പാസാക്കി കൊടുത്തു. അത് കിട്ടി. സന്തോഷത്തോടെ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. ഇങ്ങോട്ട് ഇടപാട് നന്നാക്കിയാൽ നമ്മളങ്ങോട്ടും ഇടപാട് നന്നാക്കും. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, കിട്ടിയ വിവരമാണ്. ആര് നമ്മളുമായുള്ള ഇടപാട് നന്നാക്കിയോ അവരുമായുള്ള ഇടപാട് നമ്മൾ നന്നാക്കും. നമ്മുടെ മേൽ തവക്കുലാക്കി നമ്മെ സമർപ്പിച്ച് കൃത്യമായി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഒഴിക്കേണ്ടതൊക്കെ ഒഴിച്ച് തഖ്വയോടെ ജീവിക്കാൻ തയ്യാറുണ്ടോ? കൊടുക്കാൻ റബ്ബുണ്ട് കേട്ടോ. ദുനിയാവിലും കൊടുക്കാൻ റബ്ബുണ്ട്, ആഖിറത്തിലും കൊടുക്കാൻ റബ്ബുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിന്റെ പുറമെ മഹാനവറുകൾക്ക് ഉറക്കിൽ തന്നെ വിവരം കിട്ടി. നിങ്ങളുടെ സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ നമ്മൾ വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. വിവരമറിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ ധാരാളം സ്തുതിച്ചു. ഹജ്ജും കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ മക്കൾ സ്വീകരിക്കാൻ ചെന്നു. ചെറിയ പിഞ്ചുകുട്ടിയില്ലേ, അഥവാ ആ മക്കളെ കൂട്ടത്തിൽ ചെറിയൊരു പെൺകുട്ടി. ബാപ്പ പോകട്ടെ, ബാപ്പയല്ല ഭക്ഷണം തരുന്നത് അള്ളയാണ്, ബാപ്പ നമുക്ക് ഭക്ഷണം കൈമാറുന്നവരാണ് എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയെ ബഹുമാനപ്പെട്ടവര് തിരിച്ചു വന്നപ്പോൾ കണ്ടപ്പോൾ പിടിച്ചു അണച്ചുകൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സിഗാറു ഖൗമിൻ കിബാറു ഖൗമിൻ ആഫരീൻ. ചില ജനങ്ങളിലുള്ള ചെറിയവർ വലിയ ജനങ്ങളാണ്. അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളിൽ ആർക്കാണ് പ്രായം കൂടുതലുള്ളതെന്നല്ല, നിങ്ങൾ ആർക്കാണ് സമ്പത്ത് കൂടുതലുള്ളതെന്നല്ല, നിങ്ങളിൽ ആരാണ് വലിയവരായി കാണുന്നവരെന്നതല്ല. നിങ്ങളെ ആരാണ് അല്ലാഹുവിനെ അറിഞ്ഞവൻ, ആരാണ് അല്ലാഹുവിൽ വിശ്വസിച്ചവൻ, ആരാണ് അല്ലാഹുവിൽ സമർപ്പിച്ചവൻ. നിങ്ങൾ അല്ലാഹുവിനെ ശരിക്കറിയാൻ ശ്രമിക്കുക. അവന്റെ മേൽ എല്ലാം വരമേൽപ്പിക്കുക. അവന്റെ മേൽ വരമേൽപ്പിച്ചവൻ അവൻ അല്ലാഹു മതി. അവിടെ വെച്ച് വന്നപ്പോൾ പറഞ്ഞ വാചകമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈമാനുള്ള മനുഷ്യർ അല്ലാഹുവിലേക്ക് വരമേൽപ്പിച്ചവരാകണം. എന്ത് പ്രശ്നം വന്നാലും അല്ലാഹ്, എന്ത് സന്തോഷം വന്നാലും അൽഹംദുലില്ലാഹ്, എന്ത് ദുഃഖം വന്നാലും ഇന്നാ ലില്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ ചിന്തയിൽ നമ്മുടെ ഖൽബിലേക്കും ഈമാനുള്ള മനുഷ്യൻ അവനാണ് വിജയം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ.
മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ സവിശേഷത ഉറച്ച ഈമാൻ. ഇപ്പോൾ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈമാനുള്ളവർക്ക് ചൊല്ലാൻ ദിക്ർ ഇപ്പോൾ പറഞ്ഞു തരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും മുറുകെ പിടിക്കാനുള്ള രീതിയിൽ ഞാനത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും. പക്ഷെ നിങ്ങൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാൽ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തും. എപ്പോഴും കേൾക്കുന്നതാകുമ്പോൾ ആദ്യം നമുക്ക് അറിയുന്നതിലേ തോന്നും. ചൊല്ല നമ്മളതിനെ ഉൾക്കൊണ്ടാൽ ഫലം ലഭിക്കും. ومن كل هم فرجا ورزقه من حيث لا يحتسب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, പടച്ചവനോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ദിക്ർ, പടച്ചവനോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയുന്ന ദിക്ർ, അതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത് വെറുതെ മനസ്സുകൊണ്ട് നാവുകൊണ്ട് പാടിയാൽ പോരാ. നാവുകൊണ്ടത് പാടിയാൽ പോരാ. മനസ്സിന്റെ അടിത്തട്ടിൽ അതിന്റെ അർത്ഥം ചിന്തിച്ച് പറയണം. ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുന്നു. നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സമീപത്ത് നീ മാപ്പ് ചോദിക്കുമ്പോ നിന്റെ മനസ്സിൽ അതാ മാപ്പ് ചോദിക്കുകയാണെന്ന മനസ്സിന്റെ മനക്കരുത്തും മനസ്സിന്റെ സാന്നിധ്യത്തോട് ചോദിക്കും. ഉസ്താദിനോട് മാപ്പ് ചോദിക്കുമ്പോ നിന്റെ കണ്ണിൽ വെള്ളമൊലിക്കും. ബാപ്പയോട് മാപ്പ് ചോദിക്കുമ്പോ നീ മനസ്സാന്നിധ്യത്തോടെ മാപ്പ് ചോദിക്കും. അല്ലേ? നീ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയുമ്പോ അത് വെറും നാവ് കൊണ്ടെങ്കിൽ ചൊല്ലി തീർക്കാനുള്ളതല്ല. മനസ്സിന്റെ അടിത്തട്ടിലുള്ള വികാരം അറിയുന്നു. റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന ബോധത്തോടെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലണം. ഞാനും നിങ്ങളും അസ്തഗ്ഫിറുല്ലാഹ് ധാരാളം ചൊല്ലുന്നു. ചിലപ്പോൾ ദിക്റിന്റെ ഹൽക്കയിൽ 111 ചൊല്ലുന്നു. നിസ്കരിച്ചിട്ട് 3 പ്രാവശ്യം ചൊല്ലുന്നു. ഫലം കാണൂല. കാരണം മനസ്സിൽ നിന്ന് ചൊല്ലുന്നില്ല, നാവ് കൊണ്ട് ചൊല്ലുകയാണ്. മനസ്സറിയാത്ത പ്രവർത്തനത്തിന് ഫലമില്ല സുഹൃത്തേ. ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ചൊല്ലണം. ആ ഖൽബിന്റെ സാന്നിധ്യത്തോട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, പൊറുക്കൽ ചോദിക്കുന്നു. അത് മനസ്സറിഞ്ഞ് കണ്ണ് നനഞ്ഞ് നിങ്ങളൊന്ന് ചെയ്യൂ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ മുറുകെ പിടിക്കൂ. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. ഏത് ഇടുക്കത്തിൽ നിന്നും അല്ലാഹു തആല പുറത്തു പോകാൻ നിനക്ക് വഴി തരും. ഏത് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വഴി തരും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ. ഏത് മുഷിപ്പും ദുഃഖവും ഉണ്ടെങ്കിലും അല്ലാഹു തആല നിനക്കത് നീക്കിത്തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നീ അറിയാത്ത നിനക്ക് അല്ലാഹു ഭക്ഷണം തരും. മനസ്സറിഞ്ഞ് ചൊല്ലണം, മനസ്സാന്നിധ്യത്തോടെ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. കൊടുക്കുന്ന രാജാവിനോട് മാപ്പ് ചോദിക്കുന്ന ദിക്ർ. ഓ സഹോദരന്മാരെ, മറ്റൊരു ദിക്ർ അതെത്രയും നിങ്ങൾ വർദ്ധിപ്പിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയത് ഒരു ദിവസം 100 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത, ഒരു തെറ്റും ചിന്തിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 പ്രാവശ്യം അത് ചൊല്ലി എന്ന് പറഞ്ഞാൽ ഭാവിയായ ഞാൻ എത്ര പ്രാവശ്യം ചൊല്ലണം? നമ്മൾ എത്ര പ്രാവശ്യം റബ്ബിനോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയണം? പരമാവധി വർദ്ധിപ്പിച്ചോ സഹോദരിമാരെ, വർദ്ധിപ്പിച്ചോ സഹോദരന്മാരെ. നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾ, വിസയുടെ പ്രശ്നങ്ങൾ, കച്ചവടത്തിന്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ 100 കൂട്ടം പ്രശ്നങ്ങൾ, നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു തരും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്തതാണ്. ആ വാഗ്ദത്തം ലംഘിക്കപ്പെടുകയില്ല. പക്ഷേ മനസ്സറിഞ്ഞ് ചെയ്യണം, ഈമാനോടെ ചെയ്യണം. അപ്പോഴേ ഫലം കാണുകയുള്ളൂ. ഇല്ലെങ്കിൽ ഫലം കാണുകയില്ല.
ഒരു ദിക്റ്, മറ്റൊന്നിന്റെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾക്ക് ഒരു ദിക്റ് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ നിങ്ങൾക്ക് അറിയുന്ന ദിക്റേ പറയുന്നുള്ളൂ. രാവിലെ ചൊല്ലിക്കൂ 7 പ്രാവശ്യം, വൈകുന്നേരവും ചൊല്ലിക്കൂ 7 പ്രാവശ്യം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖാല ഫീ കുല്ലി യൗമിൻ ഹീന യുസ്ബിഹു വഹീന യുംസി. ഏതൊരു മനുഷ്യൻ വൈകുന്നേരം ചൊല്ലി വഹീന യുംസി, അതെ രാവിലെ വഹീന യുസ്ബിഹു രാവിലെ ചൊല്ലി, വഹീന യുംസി വൈകുന്നേരവും ചൊല്ലി. എന്താ ചൊല്ലിയത്? ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹ്, അല്ലാഹ് എന്നെ മതിയാക്കുന്നവനാണ്. അല്ലാഹ്ക്ക് മാത്രമേ എനിക്ക് വേണ്ടത് തരാൻ കഴിയൂ. അവൻ എന്നെ മതിയാക്കാൻ കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അലൈഹി തവക്കൽതു, അവന്റെ മേൽ തന്നെ ഞാനെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ മഹത്തായ അധികാരത്തിന്റെ നാഥനാണ്. അവൻ മഹത്തായ അർശ് എന്ന സൃഷ്ടിയുടെയും റബ്ബാണ്. 7 തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഫാഹുല്ലാഹു തആല മാ അഹമ്മഹു മിൻ അംരി ദുനിയാ വൽ ആഖിറ. ദുനിയാവിന്റെ പ്രശ്നം അവനെന്തുണ്ടോ, ആഖിറത്തിന്റെ പ്രശ്നം അവനെന്തുണ്ടോ, അല്ലാഹു അവനത് പരിഹരിച്ചു കൊടുക്കും കേട്ടോ. ഒരിക്കലും തന്നെ മറക്കാതെ മരണം വരെ ചൊല്ലിക്കോളൂ. രാവിലെ 7 പ്രാവശ്യം ഹസ്ബിയല്ലാഹു ചൊല്ലിക്കോ. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെ 7, വൈകുന്നേരം 7 അത് ചൊല്ലാൻ എന്റെ മുഅ്മിനീകളോട് മുഅ്മിനാത്തുകളോട് പ്രത്യേകം ഉണർത്തി ഇന്ന് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇതുപോലെ വലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. വലിയ വലിയ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹുവിൽ രക്ഷപ്പെടുന്ന, അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ശരിയായ മുഅ്മിനീങ്ങളിൽ, റബ്ബിന്റെ മേൽ തവക്കുലാക്കിയ മുഅ്മിനീങ്ങളിൽ, റബ്ബിനെ കണ്ടുകൊണ്ട് ഏതൊരു കാര്യത്തിൽ കാലെടുത്ത് വെക്കുന്നവരിൽ, റബ്ബിനെ കണ്ടുകൊണ്ട് മാത്രം ഏതൊരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കുന്നവരിൽ, അല്ലാഹ് 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 എന്ന ചിന്തയിൽ ഏത് ചലനവും ഏതടക്കവും നിയന്ത്രിക്കുന്നവരിൽ സാധുക്കളായ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതിനുള്ളൊരു തൗഫീഖിന് വേണ്ടി ഈ പാവപ്പെട്ട എനിക്കൊരു തൗഫീഖ് ലഭിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് എന്റെ സദസ്സിൽ വന്ന് എല്ലാവരോടും പ്രത്യേകം വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഓ സഹോദരന്മാരെ, പുതുവർഷം വന്നു, മുഹറം മാസം കടന്നു, അതുപോലെ ജനുവരി വന്നു. സുബ്ഹാനല്ലാഹ്, ചിലരൊക്കെ അതാ പുതുവർഷം വന്നതിനുള്ള ആഘോഷത്തിലാണ്. നമ്മൾ ആഘോഷത്തിലല്ല കേട്ടോ. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കൊല്ലവും കൂടി കഴിഞ്ഞുപോയി, ഒരു കൊല്ലവും കൂടി കഴിഞ്ഞുപോയി. ഞാൻ ഖബറിലേക്ക് ഒരു കൊല്ലം കൂടി അടുത്തുപോയി. ഞാൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള കാലം എനിക്കൊരു കൊല്ലം കൂടി കുറഞ്ഞുപോയി. എനിക്ക് കുറഞ്ഞ കാലമേ എന്റെ ജീവിതത്തിലേക്കുള്ളൂ. ഈ ചിന്ത നമ്മെ ധരിക്കേണ്ട സന്ദർഭമാണിതെന്നും ഈ മുഹറം മാസം വളരെ മഹത്വമുള്ള മാസം, നോമ്പിന്റെ പ്രത്യേകതയുള്ള മാസം. ആശൂറായിന്റെ ബഹുമാന ശേഷം ഞാൻ പറയും. ആശൂറായിന്റെ അന്ന് നമ്മൾ വാല് നിർത്തി വെക്കുന്നില്ല. കാരണം അതുകൊണ്ടൊരു പ്രത്യേക പ്രയോജനമൊന്നും തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു സദസ്സിൽ നിന്നുള്ള ഒരു വലിയ ദുആയെങ്കിലും നമുക്ക് പങ്കെടുക്കാമല്ലോ. പക്ഷേ ഈ മാസത്തിന്റെ ബഹുമാനം നമ്മുടെ കൽബിൽ ഓർമ്മ വേണമെന്നും നമ്മുടെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടെന്ന ചിന്ത നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണമെന്നും സാന്ദർഭികമായി ഉയർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. കഴിഞ്ഞ കൊല്ലം അത് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞാലി വിദ്യാർത്ഥികൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായി. ഇപ്പോൾ കുഞ്ഞാലി വിദ്യാർത്ഥി കബറിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കബറിനെ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. കുഞ്ഞാലി വിദ്യാർത്ഥിക്ക് വേണ്ടി
ഒരു സംഖ്യ സിറാജുൽ ഹുദയിലേക്ക് സംഭാവന പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ദുബായിൽ പെട്ടെന്ന് മരണപ്പെട്ട ഇസ്മായിൽ കുടുംബത്തോട് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. പൂർവ്വത്തേരിയിൽ നൽകപ്പെട്ട ശീവങ്ങളുടെ 50 ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. കുടുംബത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതുപോലെ മരിച്ചുപോയ പലരും കൂടി അട്ട് മരിച്ചുപോയ 2 ആളുകൾ പേര് കരുതുന്നത് മാത്രമേ എല്ലാവരും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. ഒരു 3 സലാത്ത് എല്ലാവരും ചൊല്ലണം. ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ട് അതിന്റെ പേരിൽ ഇന്നും നേർച്ച കൊണ്ടെത്തുന്നവരുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനത്തിന് നീ ബർക്കത്ത് നീ നിലനിർത്തി തരണം റഹ്മാനെ. അതിനുവേണ്ടി ആര് സംഭാവനകളും നേർച്ച കൊടുത്തതോ അവർക്ക് അതിന്റെ ഫലം നീ കൊടുക്കണം റഹ്മാനെ.